മെത്തേഡ്സ് ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രാക്ടീസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ മെത്തേഡുകൾ. അതിൻ്റെ ഫസ്റ്റ് നമ്മൾ പഠിച്ചു ഓഡിയോ വിഷ്വൽ എയ്ഡുകളെ കുറിച്ച് പഠിച്ചു. ഓഡിറ്ററി എയ്ഡുകൾ, അതുപോലെ തന്നെ വിഷ്വൽ എയ്ഡുകൾ, അതിൻ്റെ പോലെ തന്നെ കമ്പൈൻഡ് ഓഡിയോ വിഷ്വൽ എയ്ഡുകൾ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. അപ്പം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ്റെ മെത്തേഡുകളെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അത് 3 തരത്തിലുള്ള മെത്തേഡുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഇൻഡിവിജ്വൽ അപ്രോച്ച് ഉണ്ട്, ഗ്രൂപ്പ് അപ്രോച്ച് ഉണ്ട്, അതുപോലെ തന്നെ മാസ് അപ്രോച്ച് ഉണ്ട്. ഇൻഡിവിജ്വൽ അപ്രോച്ചിൽ എന്തൊക്കെയാണ് വരുന്നത്? അതിനകത്ത് ഞാൻ ടേബിൾ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് പേഴ്സണൽ കോണ്ടാക്റ്റ് വരുന്നുണ്ട്, വ്യക്തിപരമായിട്ടുള്ള വ്യക്തിബന്ധങ്ങളിൽ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. അതുപോലെ തന്നെ ഹോം വിസിറ്റുകൾ വരുന്നുണ്ട്, പേഴ്സണൽ ലെറ്റേഴ്സ് വരുന്നുണ്ട്. ഇതാണ് ഇൻഡിവിജ്വൽ അപ്രോച്ച്. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓരോ വ്യക്തികളുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നതും അതൊക്കെയാണ് ഇൻഡിവിജ്വൽ അപ്രോച്ച് വരുന്നത്. രണ്ടാമത്തെ മെത്തേഡ് വരുന്നത് ഗ്രൂപ്പ് അപ്രോച്ചാണ്. ഗ്രൂപ്പ് അപ്രോച്ചിൽ എന്തൊക്കെയാണ് വരുന്നത്? അതിനകത്ത് ഇപ്പം ലെക്ചേഴ്സ് വരുന്നുണ്ട്, ലെക്ചർ ക്ലാസ്സുകൾ വരുന്നുണ്ട്, ഡെമോൺസ്ട്രേഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡിസിഷൻ മെത്തേഡുകളിൽ തന്നെ അതിൻ്റെ സബ് ഗ്രൂപ്പുകളായിട്ട് വരുന്നത് ഗ്രൂപ്പ് ഡിസ്കഷൻ, പാനൽ ഡിസ്കഷൻ, സിമ്പോസിയം, വർക്ക്ഷോപ്പ്, കോൺഫറൻസ്, സെമിനാർസ്, റോൾ പ്ലേ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഡിസിഷൻ മെത്തേഡുകളിൽ, ഗ്രൂപ്പ് അപ്രോച്ചിൽ ഡിസിഷൻ മെത്തേഡുകളിൽ വരുന്നത്. മൂന്നാമതായിട്ട് വരുന്ന അപ്രോച്ചാണ് മാസ് അപ്രോച്ച്. മാസ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ പേരിൽ തന്നെ ഉണ്ടല്ലേ, വിപുലമായിട്ട് വൈഡായിട്ട് ചെയ്യുന്നതാണ്. അതിൽ വരുന്നത് ടെലിവിഷൻ, റേഡിയോ, ന്യൂസ് പേപ്പർ, അതുപോലെ തന്നെ പ്രിൻ്റഡ് മെറ്റീരിയൽസ്, ഡയറക്റ്റ് മെയിലിംഗ്, പോസ്റ്റേഴ്സ്, ഹെൽത്ത്, മ്യൂസിയം ആൻഡ് എക്സിബിഷൻസ്, ഫോക്ക് മെത്തേഡ്, ഇൻ്റർനെറ്റ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മാസ് അപ്രോച്ച് ആയിട്ടാണ്. ഈ മാസ് അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ വോളിയം ഓഡിയൻസാണ് അതിനകത്ത് ഉണ്ടാവുക. അപ്പം ഇത്തരം 3 മെത്തേഡുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പം നമുക്ക് 1 by 1 ആയിട്ട് ഓരോ മെത്തേഡുകളും എങ്ങനെയാണെന്നുള്ളത് നോക്കിപ്പോവാം. ആദ്യം വരുന്നത് ഇൻഡിവിജ്വൽ അപ്രോച്ചാണ്. ഇൻഡിവിജ്വൽ അപ്രോച്ചിൽ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ ഇൻഡിവിജ്വൽ കോൺടാക്റ്റുകൾ വെച്ചിട്ടാണ്, പേഴ്സണൽ കോൺടാക്റ്റുകളുള്ള കമ്മ്യൂണിക്കേഷനാണ് ഇൻഡിവിജ്വൽ അപ്രോച്ച്. അപ്പം അതിനകത്ത് പറയുന്നത് പ്ലെൻറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഫോർ ഇൻഡിവിജ്വൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഓരോരുത്തർക്കും ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട് ഇൻഡിവിജ്വൽ അപ്രോച്ച്. നമുക്ക് കാണുന്നവരോടൊക്കെ, നമ്മുടെ അടുത്ത് സംശയം ചോദിക്കുന്നവരോടൊക്കെ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള അവസരങ്ങളാണ് ഇത്തരത്തിലുള്ള ഇൻഡിവിജ്വൽ അപ്രോച്ചിൽ വരുന്നത്. ഇൻ പേഴ്സണൽ ഇൻ്റർവ്യൂസ് ദി ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ റൂം, അത് പിന്നെ അതുപോലെ തന്നെ ഹെൽത്ത് സെൻറ്റർ ഓർ ഹോംസ്. ഇപ്പോൾ ഡോക്ടറെ കാണാൻ പോയാൽ തന്നെ ഡോക്ടറും രോഗിയും നേരിട്ടാണ് സംസാരിക്കുക. അതൊരു ഇൻഡിവിജ്വൽ അപ്രോച്ചാണ്. കൺസൾട്ട് ചെയ്യുമ്പോൾ രോഗാവസ്ഥ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നതൊക്കെ ഒരു ഇൻഡിവിജ്വൽ അപ്രോച്ചാണ്. അതുപോലെ തന്നെ ഹെൽത്ത് സെൻറ്ററുകളിലും വീടുകളിലൊക്കെ നമ്മൾ ആരോഗ്യ പ്രവർത്തകർ നേരിട്ട് പോയി സംസാരിക്കുന്നതൊക്കെ ഇൻഡിവിജ്വൽ അപ്രോച്ചിൻ്റെ ഭാഗമാണ്. അതിൽ ടോപ്പിക്കുകൾ ഏതൊക്കെ ഇരിക്കാം? ഡയറ്റ്, അതുപോലെ തന്നെ പൊസിഷൻ ആൻഡ് നാച്ചർ ഓഫ് ഇൽനെസ്, പ്രിവെൻഷൻ, പേഴ്സണൽ ഹൈജീൻ, എൻവയോൺമെൻറ്റൽ ഹൈജീൻ, ഇത്തരം കാര്യങ്ങളൊക്കെ അതിൻ്റെ പ്രധാനമായിട്ട് ടോപ്പിക്കുകളായിട്ട് നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാൻ, ഇൻഡിവിജ്വൽ അപ്രോച്ച് വഴി ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാൻ നമുക്ക് സാധിക്കും. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് പറഞ്ഞാൽ എക്യുപ്പ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഫാമിലീസ് ടു ഡീൽ വിത്ത് ഹെൽത്ത് പ്രോബ്ലംസ് എഫക്റ്റീവ്ലി. അവർക്ക് കൃത്യമായിട്ട് അവരുടെ ആരോഗ്യ നിലവാരം മനസ്സിലാക്കാനും അവരുടെ അസുഖത്തിൻ്റെ ഭീകരത മനസ്സിലാക്കാനും അതിന് എന്തൊക്കെ ചികിത്സകളാണ് വേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനെല്ലാം ഇതുകൊണ്ട് സാധ്യമാണ്, ഇൻഡിവിജ്വൽ അപ്രോച്ച് കൊണ്ട്. ഫിസിഷ്യൻസ് കോൺഫിഡൻസ് ഇൻഫ്ലുവൻസ് പേഷ്യൻ്റ് റിസെപ്റ്റിവിറ്റി. ഇപ്പോൾ ഫിസിഷ്യൻ ഇപ്പം ഡോക്ടറെ കണ്ട് ഫിസിഷ്യൻ പറയാണ്, നിങ്ങൾ ഇന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യൂ, ഇന്ന മരുന്ന് കഴിക്കൂ, ഇന്ന പ്രവർത്തനങ്ങൾ ചെയ്യൂ, ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസുഖം പൂർണ്ണമായും ഭേദപ്പെടും, അല്ലെങ്കിൽ പൂർണ്ണമായും മാറുന്ന ഡോക്ടർ കൃത്യമായിട്ട് നല്ല കോൺഫിഡൻസോട് കൂടി പറയുമ്പോൾ ആ രോഗിയുടെ അസുഖം മാറാനുള്ള സാധ്യതകൾ ഒരുപാട് കൂടുതലാണ്. അതുപോലെ തന്നെ നഴ്സിംഗ് സ്റ്റാഫ് ആൾസോ പ്ലേ ക്രൂഷ്യൽ റോൾ. നഴ്സിംഗ് സ്റ്റാഫ് ഇപ്പോൾ ഒരു രോഗി പരിചരണത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് നഴ്സിംഗ് ഫീൽഡിലുള്ളവർക്കാണ്. അപ്പോൾ അവരാണ് ഫുൾ ടൈം ഏത് സമയത്തും രോഗിയുമായി ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഡോക്ടർ ഒരു തവണ കണ്ടുപോയി അതിന് ശേഷമൊക്കെ റുട്ടീനായിട്ടുള്ള വിസിറ്റുകളും കാര്യങ്ങളൊക്കെ നഴ്സാണ് ഒരു രോഗിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ളൊരു ക്രൂഷ്യൽ റോളാണ് ഈ ഒരു ഇൻഡിവിജ്വൽ അപ്രോച്ചിനകത്ത് വരുന്നത്. ഓക്കെ, എൻ്റെ ലിമിറ്റേഷൻസ് പറയുമ്പോൾ
റീച്ച് ലിമിറ്റഡ് ടു ദോസ് ഡയറക്റ്റ് കോൺടാക്റ്റ്, സ്മോൾ നമ്പേഴ്സ് റീച്ച്ഡ്. അത് അതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. നമുക്ക് വളരെ കുറഞ്ഞ നമ്പേഴ്സ് ആളുകളായിട്ടാണ് ഒരേ സമയം നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഇൻഡിവിജ്വൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്ത് വരുന്നത് ഗ്രൂപ്പ് അപ്രോച്ചാണ്. ഗ്രൂപ്പ് അപ്രോച്ചിൽ എന്താ വരുന്നത്? സൊസൈറ്റി കണ്ടെയ്ൻ വേരിയസ് ഗ്രൂപ്പ് അല്ലേ. ഒരു സൊസൈറ്റിയിൽ പലതരത്തിലുള്ള ഗ്രൂപ്പുകളുണ്ടാവും. അവിടെ സ്കൂൾ കുട്ടികളുണ്ടാവും, മദേഴ്സ് ഉണ്ടാവും, ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ രോഗികളുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒരു സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഗ്രൂപ്പുകളാണ്. അപ്പം ഗ്രൂപ്പ് ടീച്ചിങ് ഈസ് എഫക്റ്റീവ് ഫോർ കമ്മ്യൂണിറ്റി എഡ്യൂക്കേഷൻ. അപ്പോൾ അത്തരത്തിലുള്ള കമ്മ്യൂണിറ്റിയെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ, അവർക്ക് ബോധവൽക്കരണം കൊടുക്കാൻ ഗ്രൂപ്പ് അപ്രോച്ച് കൊണ്ടാണ് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു സ്കൂളിലാണെങ്കിലും നിരവധി കുട്ടികളുണ്ടാവും. അവരെല്ലാവരെയും വൺ ബൈ വൺ ആയിട്ട് ഓരോ കുട്ടികളെയും വിളിച്ച് അവർക്ക് ക്ലാസ് കൊടുക്കാൻ നമുക്ക് പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അതിനൊക്കെ തരണം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഗ്രൂപ്പ് അപ്രോച്ച്. അപ്പം സ്കൂളിൽ മാത്രമല്ല, മറ്റു ഗ്രൂപ്പുകളിൽ ഇപ്പോൾ മദേഴ്സ് ആണെങ്കിലും, ഇപ്പോൾ ഒരു വർക്ക് സൈറ്റിലാണെങ്കിലും കൂടെ ഇൻഡിവിജ്വലായിട്ട് വിളിച്ച് അവരുടെ അടുത്ത് സംസാരിക്കുന്നതിൻ്റെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ് ഗ്രൂപ്പ് അപ്രോച്ചാണ്. എല്ലാവർക്കും കേൾക്കാവുന്ന തരത്തിൽ, എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിൽ ഗ്രൂപ്പ് അപ്രോച്ചുകൾ നടത്തുക. അതിനെന്തൊക്കെ വേണ്ടത്? ഗ്രൂപ്പ് ടീച്ചിങ് ഈസ് എഫക്റ്റീവ് ഫോർ കമ്മ്യൂണിറ്റി എഡ്യൂക്കേഷൻ. ഗ്രൂപ്പ് ടീച്ചിങ് ആണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത്. കമ്മ്യൂണിറ്റിയെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ഈ ഗ്രൂപ്പ് ടീച്ചിങ് ആണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടിരിക്കുന്നത്. ചോയ്സ് ഓഫ് സബ്ജക്റ്റ് ക്രൂഷ്യൽ. ഇറ്റ് മസ്റ്റ് റിലേറ്റ് ഡയറക്ട്ലി ടു ദി ഇൻട്രസ്റ്റ് ഓഫ് ദി ഗ്രൂപ്പ്. അവിടെ നമ്മൾ സംസാരിക്കുന്ന സബ്ജക്റ്റ്, വിഷയമാണ് ഏറ്റവും കൂടുതൽ സെലക്റ്റീവ് ആവേണ്ടത്. കാരണം ഇപ്പം ഒരു ഗ്രൂപ്പിന്, ഇപ്പം സ്കൂൾ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത് അവർക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള വിഷയങ്ങളും അവരുടെ നീഡ്സ്, അവർക്ക് എന്തൊക്കെയാണ്, ഒരു ഏജ് ഗ്രൂപ്പുകൾക്ക് എന്തൊക്കെയാണ് വേണ്ടത്, അത്തരം കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുക. അതേപോലെ മദേഴ്സിനൊക്കെ ആണെങ്കിൽ ഇപ്പോഴത്തെ മദേഴ്സിനൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുന്ന ന്യൂട്രീഷൻ ക്ലാസ്സുകളൊക്കെയാണ്, പോഷകാഹാരത്തിൻ്റെ ക്ലാസ്സുകൾ. പിന്നെ അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ഗുണങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മദേഴ്സിനൊക്കെ ക്ലാസ് എടുക്കുന്നത്. പിന്നെ ഈ ഫാക്ടറികളിലാണെങ്കിൽ, ഇൻഡസ്ട്രിയൽ വർക്ക് സെക്ടറിലൊക്കെ ആണെങ്കിൽ അവർക്ക് സേഫ്റ്റി മെഷേഴ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങളൊക്കെ കുറിച്ചൊക്കെ ക്ലാസ് എടുത്ത് കൊടുക്കും. എന്ത് വർക്ക് എടുക്കുകയാണെങ്കിലും ഓരോ വർക്കിനും ഓരോ സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട്. പ്രധാനമായിട്ടും ഇപ്പം ഈ ഹെൽമെറ്റ് ധരിക്കുക വർക്ക് സൈറ്റുകളിൽ, അതേപോലെ തന്നെ ഗംബൂട്ട്, അത്തരത്തിലുള്ള ഗ്ലൗസുകൾ, അത്തരത്തിലുള്ളതൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത് കൃത്യമായിട്ടുള്ള, അത് ഓരോ സൈറ്റിലും ഓരോ ഗ്രൂപ്പിനും അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്കനുസരിച്ച് ക്ലാസ്സുകൾ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഗ്രൂപ്പ് അപ്രോച്ച് എന്നുള്ള ടെക്നിക്ക് കൃത്യമായിട്ടുള്ള ഹെൽത്ത് എഡ്യൂക്കേഷന് പ്രാവർത്തികമാക്കാൻ പറ്റും. അപ്പോൾ അതിൽ ഉദാഹരണം പറയുന്നത്, ടോക്ക് ടു മദർ ഹാസ് കം ഫോർ ഡെലിവറി അബൌട്ട് ചൈൽഡ് ബർത്ത് ആൻഡ് ബേബി കെയർ. ഇപ്പോൾ ഒരു അമ്മ ഡെലിവറിക്ക് വരികയാണെങ്കിൽ ആ അമ്മയ്ക്ക് നമുക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാൻ പറ്റും. എടുത്ത് കൊടുക്കാൻ പറ്റും? ആ പ്രസവത്തെക്കുറിച്ചും അതുപോലെ തന്നെ കുഞ്ഞ് ജനിക്കുന്നതിനും ആ കുഞ്ഞിനെ സംരക്ഷിക്കുന്നതിന് ബേബി കെയറിനൊക്കെ കുറിച്ച് ക്ലാസ് എടുത്ത് കൊടുക്കാൻ പറ്റും. സ്കൂൾ കുട്ടികളിലൊക്കെ ആണെങ്കിൽ ഓറൽ ഹൈജീനെ കുറിച്ച് നമുക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനെല്ലാം ഒരു ഗ്രൂപ്പ് അപ്രോച്ച് വഴി ആണ് നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. അപ്പം എത്ര പേരുണ്ടോ ആ ഗ്രൂപ്പിൽ, എത്ര പേരുണ്ടോ അത്രയും പേർക്ക് മനസ്സിലാവുന്ന തരത്തിൽ നമുക്ക് ക്ലാസ്സുകൾ കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ ട്യൂബർകുലോസിസ് പേഷ്യൻ്റ് അബൌട്ട്, ഈ TB വന്നവർക്ക് നമ്മൾ ഇടയ്ക്ക് ചെയ്യാറുള്ള കാര്യങ്ങളാണ്. TB പേഷ്യൻസിന് ഇപ്പം നിലവിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവരും പുതിയ TB പേഷ്യൻ്റ്, ഇപ്പോൾ പുതിയ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ TB ഇപ്പോൾ ഡോട്ട്സ് കഴിഞ്ഞ് കോഴ്സ് കഴിഞ്ഞ് റിക്കവറായിട്ടുള്ളവരെ എല്ലാവരെയും വിളിച്ച് നമ്മളൊരു സംഗമം നടത്തും. അതെന്തിനാണെങ്കിൽ ഈ പുതുതായിട്ട് അസുഖം വന്നവർക്ക് ഈ മരുന്ന് കഴിച്ച് ഭേദപ്പെട്ടവരുടെ അനുഭവം അറിയുകയാണെങ്കിൽ അവരത് അനുഭവങ്ങൾ പറയുമ്പോൾ ഇപ്പം പുതിയതായിട്ടുള്ള പേഷ്യൻറ്റിന് അത് മാനസികമായിട്ട് ഈ അസുഖം മാറും എന്നുള്ള ഒരു അവബോധം അവരുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അവരെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സംഗമങ്ങളൊക്കെ വെക്കാറുണ്ട്, രോഗി സംഗമങ്ങൾ. അപ്പോൾ അതൊരു ഗ്രൂപ്പ് അപ്രോച്ചിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. ഒരു ഗ്രൂപ്പാണ് ഉണ്ടാവുക. ഒരു മരുന്ന് കഴിക്കുന്നവരെയും എല്ലാവരെയും വിളിച്ച് അവരുടെ അവസ്ഥകളും അവരുടെ അനുഭവങ്ങളും എല്ലാം സംസാരിച്ചു. അപ്പം ഇത്തരത്തിലുള്ള ഇപ്പോൾ TB കാര്യത്തിലാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ പുതിയതായിട്ട് രോഗബാധിതരായിട്ടുള്ള ആൾക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് പേടിയുണ്ടാവും. ഇത്ര വലിയൊരു അസുഖം ബാധിച്ചു, കുറേ കാലം മരുന്ന് കഴിക്കണം എന്നുള്ളൊരു ചിന്തയാണ് ഉണ്ടാവുക. സാധാരണ അസുഖങ്ങളൊക്കെ ആണെങ്കിൽ, ചെറിയ പനിയോ ജലദോഷമോ ഒക്കെ ആണെങ്കിൽ മാക്സിമം ഒരു 3-4 ദിവസം മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറിപ്പോകും. പക്ഷേ ഈ TBക്ക് മരുന്ന് കഴിക്കാൻ ഇത്രയും മാസം കഴിക്കണം എന്നുള്ളൊരു ചിന്ത ആളുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മറ്റുള്ളവരെ, ഇപ്പോൾ നമ്മൾ നമ്മുടെ ഏരിയയിൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞവരൊക്കെ ബെറ്റർ ആയിട്ടുള്ളവരെല്ലാവരും വിളിച്ച്, ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരെല്ലാവരും വിളിച്ച് ഒരു സംഗമം നടത്തും.
എന്നിട്ട് അതിൽ നിന്ന് അവരുടെ അവസ്ഥകളും അഭിപ്രായങ്ങളും അവർ എങ്ങനെയൊക്കെയാണ് അതിനെ തരണം ചെയ്തതെന്നുള്ള അവരുടെ ഡയറ്റ് എങ്ങനെയായിരുന്നു, ഇതൊക്കെ മറ്റുള്ളവർക്ക് പുതിയ രോഗികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരറിയുമ്പോൾ ആൾക്കും എന്താ ഉണ്ടാവുക, ആൾക്ക് മാനസികമായിട്ട് ഒരു ബലം കിട്ടും, ആ അസുഖം മാറും എന്നുള്ള ഒരു ചിന്ത, ഒരു 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 ആത്മബലം ആൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടതും ഒരു ഗ്രൂപ്പ് അപ്രോച്ചിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിൻ്റെ ആക്സിഡൻറ്റിനെ കുറിച്ച്, ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റുകളെ കുറിച്ച് നമുക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാൻ പറ്റും, നേരത്തെ പറഞ്ഞ പോലെ. ഓക്കെ, ഇനി അതിൽ തന്നെ നമുക്ക് ഗ്രൂപ്പ് ടീച്ചിങ്ങിൽ മെത്തേഡുകളുണ്ട്, ആ മെത്തേഡുകളിലേക്കാണ് പോകുന്നത്. എന്തൊക്കെ മെത്തേഡുകളാണ് ഉള്ളത് ഗ്രൂപ്പ് ടീച്ചിങ്ങിൻ്റെ മെത്തേഡുകളുള്ളത്? ഫസ്റ്റിൽ വരുന്നത് ചോക്ക് ആൻഡ് ടോക്ക് വരുന്നത്, ലെക്ചർ മെത്തേഡാണ്. ചോക്ക് ആൻഡ് ടോക്ക് എന്ന് പറഞ്ഞാൽ ലെക്ചർ മെത്തേഡാണ്. അതിനകത്ത് ഈ ലെക്ചർ മെത്തേഡിനകത്ത് എന്താ വരുന്നത്? കെയർഫുള്ളി പ്രിപ്പയർഡ് ഓറൽ പ്രസൻറ്റേഷൻ ബൈ ക്വാളിഫൈഡ് പേഴ്സൺ. ഇപ്പോൾ ലെക്ചർ മെത്തേഡ്, ഒരു ലെക്ചർ ആണെങ്കിൽ എന്താണ് വേണ്ടത്? ആൾ കൃത്യമായിട്ട് ആ ഒരു സബ്ജക്റ്റ് ക്ലിയറായിട്ട് പഠിച്ചിട്ട് വേണം ഇത് പ്രസൻറ്റേഷൻ ചെയ്യുന്നത്. ഓറൽ പ്രസൻറ്റേഷനാണ്, നമ്മളത് ലെക്ചറാണ്, നമ്മൾ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, അത് അപ്പം നമ്മൾ എന്ത് വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും ആ വിഷയത്തെക്കുറിച്ച് ആധികാരികമായിട്ട് എല്ലാം പഠിച്ചതിന് ശേഷം മാത്രമായിട്ട് കൃത്യമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ലെക്ചർ മെത്തേഡ് വഴി നമുക്ക് ടീച്ചിങ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്താൽ മാത്രമാണ് അവർക്ക് അതിന് ആ വിഷയത്തെക്കുറിച്ച് നല്ലൊരു അറിവ് അവർക്ക് കിട്ടുകയുള്ളൂ. തെറ്റായിട്ടുള്ള അറിവുകൾ ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ അവരത് മിസ്ലീഡ് ചെയ്യാനും സാധ്യതയുണ്ട്. ഓക്കെ, അതിൻ്റെ കീ ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോക്ക് ആഡ് വിഷ്വൽ കമ്പോണൻറ്റ് വരുന്നുണ്ട്. എഫക്റ്റീവ് സ്മോൾ ഗ്രൂപ്പ് എഡ്യൂക്കേഷൻ, ചെറിയ ഗ്രൂപ്പുകൾക്കൊക്കെ എഡ്യൂക്കേഷൻ കൊടുക്കാൻ ഇതേപോലെ ലെക്ചർ മെത്തേഡുകൾ പറ്റുന്നുണ്ട്. സ്പീക്കേഴ്സ് എബിലിറ്റി ടു റൈറ്റ് ആൻഡ് ഡ്രോ ദി ഈസ് എ ക്രൂഷ്യൽ. നമ്മളിപ്പം ലെക്ചർ മെത്തേഡിനകത്ത് ചിലപ്പം എന്തെങ്കിലുമൊക്കെ എഴുതി മനസ്സിലാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ വരച്ച് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ കഴിവുണ്ടായിരിക്കണം ഈ ഇതെടുക്കുന്ന ഈ ലെക്ചർ ചെയ്യുന്ന വ്യക്തിക്ക്. ഓക്കെ, ഇനി അതിൻ്റെ ഗ്രൂപ്പിൻ്റെ സൈസ് നോട്ട് മോർ ദാൻ 30, 30 കൂടുതൽ ആ ഗ്രൂപ്പിനകത്ത് മെമ്പേഴ്സ് ഉണ്ടാകാൻ പാടില്ല. അതാണ് ഒരു 30 താഴേക്ക് ആകുമ്പോഴാണ് നല്ലൊരു എഫക്റ്റീവ്നെസ് ഉണ്ടാവുള്ളൂ. ഇനി അതുപോലെ തന്നെ അതിൻ്റെ ഡ്യൂറേഷൻ 15 to 20 മിനിറ്റ്സ്. അത്ര വന്നാൽ തന്നെയാണ് അത് മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് അവർക്ക് കൃത്യമായിട്ട് പഠിക്കാനും പറ്റുകയുള്ളൂ. അതിന് ഒരുപാട് സമയം ഈ ലെക്ചർ മെത്തേഡ് പറയണമെങ്കിൽ ഒരുപാട് ഇങ്ങനെ ഒരു വൺ വേ കമ്മ്യൂണിക്കേഷനാണ് വരുന്നതിനകത്ത്. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു 20 മിനിറ്റിലും കൂടുതലൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആളുകളുടെ ശ്രദ്ധ മാറിപ്പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ലെക്ചർ മെത്തേഡിൽ മാക്സിമം ഡ്യൂറേഷൻ വരുന്നത് 15 to 20 മിനിറ്റ് ആണ്. ഞാൻ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളൊന്ന് കൃത്യമായിട്ട് നോക്കി പോകണം. ലെക്ചർ മെത്തേഡിൻ്റെ ചോക്ക് ആൻഡ് ടോക്കിലെ ലെക്ചർ മെത്തേഡിൻ്റെ ഗ്രൂപ്പ് സൈസ് നോട്ട് മോർ ദാൻ 30 ആണ്. 30 കൂടാൻ പാടില്ല, 30 താഴെയാണ് ആ ഗ്രൂപ്പിൻ്റെ സൈസ് മെമ്പേഴ്സ് ഉണ്ടാകാൻ പാടുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ ഡ്യൂറേഷൻ 15 to 20 മിനിറ്റ്സ് ആണ് മാക്സിമം ഡ്യൂറേഷൻ പാടുള്ളൂ. ഓക്കെ, അപ്പം ചോക്ക് ആൻഡ് ടോക്ക് കഴിഞ്ഞു. അടുത്തത് എൻഹാൻസ്മെൻറ്റ് വിത്ത് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് പറഞ്ഞു. നമ്മൾ നേരത്തെ ഇതിൻ്റെ ഫസ്റ്റിൻ്റെ ടോപ്പിക്കിൽ തന്നെ പറഞ്ഞു അല്ലേ, എയ്ഡുകളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, ഓഡിയോ വിഷ്വൽ എയ്ഡുകളുടെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്ലിപ്പ് ചാർട്ടുകളുണ്ട്. ഫ്ലിപ്പ് ചാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എ സീരീസ് ഓഫ് ചാർട്ട് എന്ന് പറഞ്ഞാൽ പോസ്റ്ററുകൾ അബൌട്ട് 25 by 30 സെൻറ്റിമീറ്റർ ഓർ ഈച്ച് വിൽ എൻ ഇല്ലസ്ട്രേഷൻ ഷോൺ സബ്സിക്വൻ്റ്ലി. നമ്മളൊരു വിഷയം അവതരിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫ്ലിപ്പ് ചാർട്ടുകൾ, അതിൻ്റെ ഒരു മെഷർമെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. 25-30 സെൻറ്റിമീറ്ററാണ്. 25-30 സെൻറ്റിമീറ്റർ അതിൻ്റെ സൈസുള്ള സീരീസ് ഓഫ് ചാർട്ടുകളാണ്, പോസ്റ്ററുകളാണ്. അതിനകത്ത് എന്താണ് ഉണ്ടാവുക? ഈച്ച് വിത്ത് ആൻ ഇല്ലസ്ട്രേഷൻ ഷോൺ സബ്സിക്വൻ്റ്ലി. തുടരെയുള്ള ഇല്ലസ്ട്രേഷനുകളാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന വിഷയത്തിൻ്റെ ഇല്ലസ്ട്രേഷനുകളാണ് ആ ചാർട്ടിനകത്ത് ഉണ്ടാവുക. അപ്പോൾ അത് കൂടുതൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അത് കൂടുതൽ ഒരു എഫക്റ്റീവായി കിട്ടും. നമ്മൾ അവതരിപ്പിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇല്ലസ്ട്രേഷനുകളൊക്കെ ഉണ്ടാവുമെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത് വരുന്നത് ഫ്ലാനൽ ഗ്രാഫുകളാണ്. ഫ്ലാനൽ ഗ്രാഫുകൾ എന്താണ്? റഫ് ഫ്ലാനൽ ഓർ ഖാദി ബോർഡ് ഓർ ഡിസ്പ്ലേ കട്ട് ഔട്ട് പിക്ചേഴ്സ്. ഫ്ലാനൽ ഗ്രാഫുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രെയിമിൽ നമ്മുടെ ഒരു ബോർഡ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്പ്ലേ ഒരു വലിയ ഡിസ്പ്ലേയിൽ കട്ടൗട്ട് പിക്ചറുകളൊക്കെ വെക്കുമ്പോൾ അതിപ്പോൾ എന്ത് വിഷയമാണെങ്കിൽ തന്നെ, ഇപ്പോൾ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ആണെങ്കിലും അപ്പോൾ അതിനെക്കുറിച്ച് ഇമ്മ്യൂണൈസേഷൻ്റെ ആ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കട്ടൗട്ട് പിക്ചറുകളൊക്കെ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ അതാണ് ഫ്ലാനൽ ഗ്രാഫുകൾ എന്ന് പറയുന്നത്. അത് ഒരു വിഷ്വൽ എയ്ഡുകളാണ്.
ഇനി അടുത്ത് വരുന്നത് എക്സിബിറ്റ്. എക്സിബിറ്റ് പറഞ്ഞാൽ എന്താ വരുന്നത്, നമ്മൾ അതിനൊരു മോഡലുകളും മാതൃകകളൊക്കെ പ്രദർശിപ്പിക്കുക. എന്ത് തന്നെയാണെങ്കിലും അതിൻ്റെ ഇപ്പം ലാസ്റ്റ് വന്നിരിക്കുന്നത് ഇപ്പോൾ കോവിഡിൻ്റെ സമയത്താണെങ്കിൽ കൂടെ തന്നെ, കോവിഡിൻ്റെ സമയത്ത് നമ്മൾ എന്തായിരുന്നു ഒരു കൊറോണ വൈറസിൻ്റെ ഒരു മോഡലൊക്കെ ഉണ്ടാക്കി, അതുപോലെ തന്നെ നമ്മൾ ഗ്ലൗസ്, അതുപോലെ തന്നെ മാസ്ക്, ഇതൊക്കെ ഉപയോഗിക്കണം എന്നുള്ളതിൻ്റെ ഒരു മോഡലൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ പലതരം എക്സിബിഷനുകളൊക്കെ ടൗണുകളിലും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡുകൾ പരിസരത്തൊക്കെ വെച്ചിരുന്നു. കാരണം എന്താണെങ്കിൽ ഒരു സാനിറ്റേഷൻ ബൂത്തൊക്കെ തയ്യാറാക്കിയിട്ട് അവിടെ പബ്ലിക് സാനിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വരിക, അത് കാലുകൊണ്ട് പ്രസ് ചെയ്ത് കയ്യിൽ സാനിറ്റൈസർ ചെയ്ത് അത് സാനിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിന് ഹാൻഡ് സാനിറ്റൈസറിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സിബിഷനുകളൊക്കെ നമ്മൾ ചെയ്തിരുന്നു. അതാണ് എക്സിബിഷൻ വരുന്നത്. ഒബ്ജക്റ്റീവ് മോഡൽസ്, സ്പെസിമെൻസ് കൺവേയിങ് സ്പെസിഫിക് മെസ്സേജ്. ആ ഒരു സ്പെസിഫിക് മെസ്സേജ് ഉൾക്കൊള്ളുന്ന മോഡലുകളാണ് പ്രദർശിപ്പിച്ചിരുന്നത്. അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കിയ ആളുകൾക്ക് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കുറച്ചുകൂടി അട്രാക്റ്റീവ് ആവുന്ന തരത്തിലുള്ള പ്രസൻറ്റേഷൻ ആകുമ്പോൾ കൂടുതൽ ആളുകൾ അത് കാണുകയും അതിൽ നിന്ന് പ്രോത്സാഹനം ലഭിക്കുകയും ചെയ്യും. അടുത്ത വരുന്നത് ഫിലിംസ് ആൻഡ് ചാർട്ടാണ്. എന്താണ് വരുന്നത്, മാസ് മീഡിയ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇഫ് യൂസ്ഡ് ഡിസ്ക്രിമിനേറ്റീവ്. അതുപോലെ തന്നെ ഫിലിംസും ചാർട്ടുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് നമുക്ക് ഇതിനകത്ത് വരുന്ന ഓഡിയോ വിഷ്വൽ എയ്ഡുകളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്രൂപ്പ് ഡിസ്കഷനിൽ. മെത്തേഡ് ഓഫ് ഗ്രൂപ്പ് ടീച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്, ചോക്ക് ആൻഡ് ടോക്കിൽ വരുന്നതാണ്. പിന്നെ അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് വരുന്നത്, സ്റ്റുഡൻസ് ഇൻവോൾവ് മിനിമം എക്സ്റ്റെൻറ്റ്. പാസീവ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ലെക്ചർ മെത്തേഡിൽ അറിയില്ലേ, അതായത് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടേയിരിക്കും. പാസീവ് ലേണിംഗ് ആണ്. ഒരു ലെക്ചർ നിന്ന് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഫീഡ്ബാക്ക് നോക്കുന്നില്ല, അല്ലെങ്കിൽ അവിടുത്തെ അവരുടെ അഭിപ്രായങ്ങൾ അറിയുന്നില്ല, ഇത്തരം കാര്യങ്ങളൊന്നുമില്ല. സ്റ്റുഡൻസ് ഇൻവോൾവ് വിത്ത് മിനിമം എക്സ്റ്റെൻറ്റ്. അവർ ആ ഒരു ചുരുങ്ങിയ സമയത്തിന് മാത്രമായിട്ടാണ് കുട്ടികൾ അത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഡസൻറ്റ് സ്റ്റിമുലേറ്റ് തിങ്കിങ് ഓർ പ്രോബ്ലം സോൾവിങ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. ഡസൻറ്റ് സ്റ്റിമുലേറ്റ് തിങ്കിങ്, അവർക്കത് ചിന്തിക്കാൻ കൂടെ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കാൻ ലെക്ചർ മെത്തേഡ് കൊണ്ട് പറ്റുന്നില്ല. അതുപോലെ തന്നെ കോംപ്രഹെൻഷൻ വേരീസ് വിത്ത് ദി സ്റ്റുഡൻറ്റ്, ഹെൽത്ത്, ബിഹേവിയർ, ഇമ്പാക്റ്റ് നോട്ട് ഗ്യാരണ്ടീഡ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ലെക്ചർ മെത്തേഡിൻ്റെ ഡിസ്അഡ്വാൻറ്റേജുകളായിട്ട് വരുന്നത്. ഒരു പാസീവായിട്ടുള്ള ലേണിംഗ് ആണ് അതിനകത്തേക്ക് വരുന്നത്. ക്ലാസ്സുകൾ എടുത്തു പോവുക, അതല്ലാതെ അവിടെ ഒരു ഡിസിഷൻ മേക്കിങ്ങോ അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ്ങോ തിങ്കിങ്ങോ എന്നുള്ള ഒരു സാധ്യതകൾ അതിനകത്ത് ഉണ്ടാവില്ല. ഇനി അടുത്ത് വരുന്നത് ചോക്ക് ആൻഡ് ടോക്ക് കഴിഞ്ഞ് അടുത്ത് വരുന്നത് ഡെമോൺസ്ട്രേഷനാണ്. എന്താണ് ഡെമോൺസ്ട്രേഷനിൽ എന്താണ് ചെയ്യുന്നത്? ഡെമോൺസ്ട്രേഷൻ പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ പേര് തന്നെ നമുക്കറിയാം അല്ലേ, കെയർഫുള്ളി പ്രിപ്പയർഡ് പ്രസൻറ്റേഷൻ ടു ഷോ ഹൗ ടു പ്രിപ്പയർ എ സ്കിൽ ഓർ പ്രൊസീജിയർ. നമ്മളിപ്പം ഡെമോൺസ്ട്രേഷൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം നമുക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത് ക്ലോറിനേഷനാണ്. നമ്മളിപ്പോൾ ഫീൽഡിൽ പോവുകയാണെങ്കിൽ ക്ലോറിനേഷൻ്റെ ഡെമോൺസ്ട്രേഷൻ നമുക്ക് വീട്ടുകാർക്കോ അല്ലെങ്കിൽ ഒരു പബ്ലിക് വെല്ലാണെങ്കിൽ ഒരു ഗ്രൂപ്പിനോ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ ചെയ്ത് കാണിച്ചു കൊടുക്കാം. അത് അവിടെ ആ കിണറിലെ ആ വെള്ളത്തിൻ്റെ അളവ് എങ്ങനെ എടുക്കാം, ആ കിണറിൻ്റെ ഡയമീറ്റർ എങ്ങനെ എടുക്കാം, ആ കിണറിലേക്ക് ആവശ്യമുള്ള ആ വെള്ളത്തിലേക്ക് ആവശ്യമുള്ള ബ്ലീച്ചിങ് പൗഡർ എങ്ങനെ നമുക്ക് എടുക്കാം, അതെങ്ങനെയാണ് അത് പേസ്റ്റ് ആക്കിയിട്ട് അത് പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അതെങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യേണ്ടത്, വെള്ളത്തിലേക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അത് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഡെമോൺസ്ട്രേഷനിൽ ക്ലോറിനേഷൻ ചെയ്യുന്നത് അല്ലേ. അതാ പറയുന്നത് കെയർഫുള്ളി പ്രിപ്പയർഡ് പ്രസൻറ്റേഷൻ ടു ഷോ ഹൗ ടു പ്രിപ്പയർ എ സ്കിൽ ഓർ പ്രൊസീജിയർ. നമ്മുടെ സ്കില്ല് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മൾ ചെയ്ത് കാണിക്കുക. അത് തന്നെയാണ് ഡെമോൺസ്ട്രേഷനിൽ വരുന്നത്. ക്യാരിഡ് ഔട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പെർഫോമൻസ് ഓഫ് എ പ്രൊസീജിയർ ബിഫോർ എൻ ഓഡിയൻസ്. ആ ഓഡിയൻസിന് മുന്നിൽ വെച്ച് അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പുകളായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഓരോ കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ ക്ലോണേഷൻ തന്നെ എടുക്കാം, അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും, ഓരോ അവരെ പഠിപ്പിക്കാൻ പറ്റും. അത് ഡെമോൺസ്ട്രേഷൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമാണത്. ഇൻവോൾവ്സ് ഓഡിയൻസ് ഡിസ്കഷൻ. അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഓഡിയൻസിൻ്റെ ഡിസ്കഷൻ, അവർക്ക് ഓഡിയൻസിൻ്റെ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിന് സംശയങ്ങളുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും സാധിക്കും. ഇനി എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവുകൾ എന്താണ്? ഡ്രാമറ്റൈസ് ആൻഡ് അറോസിങ് ഇൻട്രസ്റ്റ്. നമുക്ക് അവരിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ അവർക്ക് ഒരു താല്പര്യം വർദ്ധിപ്പിക്കാൻ കഴിയും ഇല്ലേ. നമ്മളൊരു നാടകീയമായിട്ട് ഇങ്ങനെ ഇത് അവതരിപ്പിക്കുമ്പോൾ
അത് എന്താണ് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി അവരിൽ വർദ്ധിപ്പിക്കാനും അതുമൂലം അതുകൊണ്ട് അവർക്ക് ഒരു താല്പര്യം വർദ്ധിപ്പിക്കാനും സാധിക്കും അല്ലേ. ഇനി എന്താ വരുന്നത്, പെർsuades onlookers to adopt recommended practice. അവരത് അഡോപ്റ്റ് ചെയ്യാൻ, അവരത് ഏറ്റെടുക്കാനും അത് പഠിക്കുവാനുള്ള താല്പര്യങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. ഡെമോൺസ്ട്രേഷനിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്ത് പഠിക്കാനും താല്പര്യപ്പെടുന്നുണ്ട്. ഇനി എന്താ വരുന്നത്, uphold seeing, believing and learning by doing principles. അത് അറിയില്ല, സീയിങ് ഈസ് ബിലീവിങ്, നമ്മൾ കാണുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്, ആ ഒരു മെത്തേഡാണ് അവിടെ വരുന്നത്. അതുപോലെ തന്നെ ലേണിംഗ് ബൈ ഡൂയിങ്, അത് ചെയ്തുകൊണ്ട് പഠിക്കുക, കണ്ടുകൊണ്ട് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് പഠിക്കുകയും ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾസാണ് ഡെമോൺസ്ട്രേഷനിൽ വരുന്നത്. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോൾ അപ്പോഴാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അത് മനസ്സിലാവുള്ളൂ, അത് കറക്റ്റാണ്, അത് വിശ്വാസമാവുള്ളൂ. നമ്മൾ വെറും പറഞ്ഞുകൊണ്ടിരുന്നാലേ, നമ്മൾ ഇപ്പോൾ ഈ വെറും ടോക്ക് മാത്രമായി കൊണ്ടിരുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ഒരു എഫക്റ്റീവ് ആവുമെന്ന് നമുക്ക് അറിയില്ല. നേരെ മറിച്ച് നമ്മളത് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ, ഇന്ന രീതിയിലാണ് അത് ചെയ്യുക കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാവാൻ സാധ്യതയുണ്ട്, അവർ വിശ്വസിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ലേണിംഗ് ബൈ ഡൂയിങ്, പിന്നീട് എന്താ ചെയ്യുന്നത്, നമ്മൾ ഒരു തവണ ചെയ്ത് പിന്നീട് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അപ്പോൾ കൃത്യമായിട്ട് അവരത് ചെയ്തുകൊണ്ട് അവർക്ക് പഠിക്കാനും സാധ്യതയുണ്ട്. ഡെമോൺസ്ട്രേഷൻ്റെ ഒരു ഗുണമാണത്. ബ്രിങ് ഡിസൈറബിൾ ചേഞ്ച് ബിഹേവിയർ റിലേറ്റഡ് ടു ന്യൂ പ്രാക്ടീസ്, പുതിയ കാര്യങ്ങൾ ചെയ്യാനും ഇതേപോലെ ചെയ്ത് പഠിക്കാനൊക്കെ അവർ മാനസികമായിട്ട് അവർ തയ്യാറാവാനും സാധ്യതയുണ്ട്. അതിൻ്റെ എഡ്യൂക്കേഷൻ വാല്യൂ എന്ന് പറയുമ്പോൾ ഹൈ വാല്യൂ ഇൻ എൻവയോൺമെൻറ്റൽ സാനിറ്റേഷൻ, മദർ ആൻഡ് ചൈൽഡ് ഹെൽത്ത് ആൻഡ് ഡിസീസ് കൺട്രോൾ, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് അതിനെ പഠിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ അവരെ കൊണ്ട് അത്തരം കാര്യങ്ങൾ ഇപ്പം ഈ ഡിസീസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ, നമുക്കിപ്പം എൻവയോൺമെൻറ്റൽ സാനിറ്റേഷൻ, വെക്ടർ കൺട്രോൾ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഇപ്പം ഒരു സോഴ്സ് റിഡക്ഷൻ്റെ കാര്യങ്ങൾ ഇപ്പം ഒരു വീട്ടിൽ ചെന്ന്, ഒരു ഹൗസ് വിസിറ്റിൽ ചെന്ന് സോഴ്സ് റിഡക്ഷൻ്റെ കാര്യങ്ങൾ ഇന്ന രീതിയിലാണ് ചെയ്യേണ്ടത് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ കൃത്യമായിട്ട് അത് മനസ്സിലാക്കാനും തുടർന്നുള്ള സമയങ്ങളിൽ അവർ തന്നെ സ്വയം അത് ചെയ്യാനും സാധ്യതയുണ്ട്. അത് ഒരു ഡെമോൺസ്ട്രേഷൻ്റെ ഗുണമാണ്. കോമൺ ഇൻ ക്ലിനിക്കൽ ടീച്ചിങ് ഇൻ ഹോസ്പിറ്റൽ, ഹൈ മോട്ടിവേഷണൽ വാല്യൂ, നല്ല മോട്ടിവേഷണൽ വാല്യൂ ആണ് ഡെമോൺസ്ട്രേഷനിൽ ലഭിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ക്ലിനിക്കൽ ടീച്ചിങ് ആണെങ്കിലും കൂടെ നമുക്കിപ്പം ഇപ്പം എങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു തരാം. ഇപ്പം കോവിഡിൻ്റെ സമയത്തൊക്കെ ആണെങ്കിലും കൂടെ നമ്മൾ എങ്ങനെയാണ് ഗ്ലൗസ് ധരിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കൈ സാനിറ്റൈസേഷൻ ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാസ്ക് വെക്കേണ്ട രീതികൾ, മാസ്ക് റിമൂവ് ചെയ്യേണ്ട രീതികൾ, PPE കിറ്റ് ഇടുന്ന രീതികൾ, കിറ്റ് റിമൂവ് ചെയ്യുന്ന രീതികൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഡെമോൺസ്ട്രേഷൻ വഴിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ പേപ്പറിൽ വായിച്ച് അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഗൈഡ് ലൈൻസ് നോക്കി ചെയ്യുന്നതിനേക്കാളും ഏറ്റവും എഫക്റ്റീവായിട്ട് തോന്നിയിരിക്കുന്നത് അത് ഡെമോൺസ്ട്രേഷൻ. ഒരാൾ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന്, ഒരു ഗ്രൂപ്പിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇന്ന രീതിയിലാണ് നമ്മൾ ഇത് ഈ കിറ്റ് യൂസ് ചെയ്യേണ്ടത്, കിറ്റ് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ അപ്ലൈ ചെയ്യേണ്ടത്, കാര്യങ്ങളൊക്കെ ആ ഡെമോൺസ്ട്രേഷൻ വഴി കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇത് ഈ കാര്യം മാത്രമല്ല, എന്ത് തരത്തിലുള്ള ടീച്ചിങ് ആണെങ്കിലും ഡെമോൺസ്ട്രേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റും, എന്ത് കാര്യത്തിലും. ഇനി അടുത്ത് വരുന്നത്, അപ്പം നമ്മൾ അടുത്ത് വരുന്നത് ഗ്രൂപ്പ് ഡിസ്കഷനാണ്. അപ്പോൾ ഷോക്ക് ആൻഡ് ടോക്ക് കഴിഞ്ഞു, അത് പറഞ്ഞ ലെക്ചർ മെത്തേഡ് കഴിഞ്ഞു, പിന്നെ അതുപോലെ തന്നെ ഡെമോൺസ്ട്രേഷൻ കഴിഞ്ഞു. ഇനി ഗ്രൂപ്പ് ഡിസ്കഷനാണ് വരുന്നത്. ഗ്രൂപ്പ് ഡിസ്കഷനിൽ എന്താ വരുന്നത്, ഇൻ്ററാക്ഷൻ എമംഗ് ഇൻഡിവിജ്വൽസ്, ഫ്രീലി എക്സ്ചേഞ്ചിങ് നോളജ്, ഐഡിയ ആൻഡ് ഒപ്പീനിയൻസ്. ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഗ്രൂപ്പ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഡിസ്കസ് ചെയ്യണം, ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു. ഫ്രീലി എക്സ്ചേഞ്ചിങ് നോളജ്, അവരുടെ ആ അറിവുകൾ അത് എക്സ്ചേഞ്ച് ചെയ്യുന്നു. അതുപോലെ തന്നെ അതിനെക്കുറിച്ചിട്ടുള്ള അവരുടെ ഐഡിയകൾ ഉണ്ടാവും, അവരുടെ താല്പര്യങ്ങൾ, ഒപ്പീനിയൻസ് ഉണ്ടാവും. ഇത്തരം കാര്യങ്ങളെല്ലാം പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് ഗ്രൂപ്പ് ഡിസ്കഷനിൽ വരുന്നത്. എൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ പോകുമ്പോൾ ഇൻവോൾവ്സ് ആൻ അഗ്രിഗേഷൻ ഓഫ് പീപ്പിൾ ഫേസ് ടു ഫേസ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. മുഖത്തോട് മുഖം ഇരുന്ന് ചിലപ്പം എങ്ങനെ ഇരിക്കുന്നുണ്ടാവും, ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഒരു റൗണ്ട് ഷേപ്പിലാവും ഇരിക്കുന്നുണ്ടാവുക, റൗണ്ട് ഫിഗറിൽ ഇരിക്കുന്നുണ്ടാവുക. അത് ചിത്രത്തിൽ നോക്കിയാൽ അറിയാം ഇല്ലേ, റൗണ്ട് ടേബിളിലാവും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും പരസ്പരം മുഖത്തോട് മുഖം നോക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഈ ഗ്രൂപ്പ് ഡിസ്കഷനകത്ത് മെമ്പേഴ്സ് ഇരിക്കുന്നുണ്ടാവുക. അതിനകത്ത് വരുന്നത് എന്താണ്, അത് ഇൻവോൾവ്
aggregation of people in face-to-face situation, effective long-term compliance issue. അതുപോലെ തന്നെ അതിൻ്റെ ഗ്രൂപ്പ് മെമ്പേഴ്സ്, ഈ ഗ്രൂപ്പ് മെമ്പേഴ്സിൻ്റെ ഭാഗം കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. ഗ്രൂപ്പ് ഡിസ്കഷനിൽ വരുന്നത് 6 to 12 മെമ്പേഴ്സാണ്. 6 മുതൽ 12 മെമ്പേഴ്സ് വരെയാണ് ഗ്രൂപ്പ് ഡിസ്കഷനകത്ത് ഉണ്ടാവാൻ പാടുള്ളൂ. അത് എഫക്റ്റീവ് ഫോർ ലോങ് ടേം കംപ്ലയിൻസ് ഇഷ്യൂ, ഏതൊരു ലോങ് ടേം ആയിട്ടുള്ള കംപ്ലയിൻറ്റ് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിസ്കഷനാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്യുക. അതിനകത്ത് ഫേസ് ടു ഫേസ് സിറ്റുവേഷനിലാണ് ആളുകൾ ഇരിക്കുക. പരസ്പരം മുഖത്തോട് മുഖം കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കും അതിനകത്ത് ഉണ്ടാവുക. ചിത്രത്തിൽ കണ്ടാൽ മനസ്സിലാവും. 1 2 3 4 5 6 7 8 ഇത്രയും പേര്. ഇതിലിപ്പോൾ 8 പേരെ കൊടുത്തിട്ടുള്ളൂ. നമുക്ക് അതിൽ മെമ്പേഴ്സ് വേണ്ടത് 6 to 12 ആണ്. 6 മുതൽ 12 വരെയാണ്. ചുരുങ്ങിയത് 6 പേരെങ്കിലും വേണം, മാക്സിമം 12 പേര്. അതാണ് അതിൽ പറയുന്നത്. 6 പേര് ചുരുങ്ങിയതെങ്കിലും ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടായിരിക്കണം. മാക്സിമം 12 പേരാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ അവരെല്ലാവരും ഇതേപോലെ മുഖത്തോട് മുഖം കാണാവുന്ന രീതിയിലാണ് ഡിസ്കഷൻ ടേബിളിൽ ഉണ്ടാവുക. പാർട്ടിസിപ്പൻറ്റ് സീറ്റഡ് ഇൻ എ സർക്കിൾ ഫോർ വിസിബിലിറ്റി. അത് മനസ്സിലായില്ലേ? ഒരു സർക്കിൾ രൂപത്തിലാണ് ഉണ്ടാവുക. ചുറ്റും ഇരുന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കാണാവുന്ന രീതിയിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഗ്രൂപ്പ് ലീഡർ ഇനീഷ്യേറ്റ്. അവിടെ ഒരു ഗ്രൂപ്പ് ലീഡർ ഉണ്ടാവും. ഗ്രൂപ്പ് ലീഡറാണ് ആ ചർച്ച തുടങ്ങി വയ്ക്കുക. അതുപോലെ തന്നെ ഗൈഡ്സ് ഡിസ്കഷൻ, പെർവേർട്ട് സ്ലൈഡ് കൺവെർസേഷൻ, എൻകറേജ് പാർട്ടിസിപ്പേഷൻ ആൻഡ് സം അപ്പ് ദ ഡിസ്കഷൻ. ഗ്രൂപ്പ് ലീഡർ ആയിരിക്കും ആ ഒരു ചർച്ച തുടങ്ങി വെക്കുകയും അവിടെ അതിൻ്റെ തീരുമാനങ്ങൾ ക്രോഡീകരിക്കുകയും ചെയ്യേണ്ട. അഭിപ്രായങ്ങൾ ആരായുകയും എല്ലാവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കും. അവരുടെ എല്ലാവരുടെ ചോദിച്ച് അതിൻ്റെ ഒരു ഫൈനലായിട്ടുള്ള ഒരു ഡിസ്കഷൻ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഡിസ്കഷനിൽ ഫൈനലായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കുന്നത്, ഒരു തീരുമാനങ്ങൾ ക്രോഡീകരിക്കുന്നത് ഗ്രൂപ്പ് ലീഡറായിരിക്കും. അതാണ് നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷനകത്തേക്ക് വരുന്നത്. ഓക്കെ, അതിൻ്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വൈഡർ ഇൻട്രാക്ഷൻ ദാൻ അതർ മെത്തേഡ്സ്. മറ്റ് മെത്തേഡുകളെക്കാളും നല്ല വൈഡറായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ഗ്രൂപ്പ് ഡിസ്കഷനിലുണ്ടാവും. വാല്യുബിൾ ഫോർ ഡിസിഷൻ ലോങ് ടേം കംപ്ലയിൻസ്. ലോങ് ടൈം കംപ്ലയിൻസുകളൊക്കെ നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഗ്രൂപ്പ് ഡിസ്കഷൻ കൊണ്ട് സാധിക്കും. ഓക്കെ, ഇനി അതിന് ആ ഗ്രൂപ്പ് ഡിസ്കഷനകത്ത് ഒരു റെക്കോർഡർ ഉണ്ടാവും, ഇല്ലേ? റെക്കോർഡർ എന്ന് പറഞ്ഞാൽ ആരാണ്? അതൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്ന ആളാണ് റെക്കോർഡർ ഇൻ ഗ്രൂപ്പ് ഡിസ്കഷൻ. റെസ്പോൺസിബിൾ ഡോക്യുമെൻറ്റിംഗ് ഡിസ്കഷൻ. ആ ഡിസ്കഷനിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്നത്, എഴുതി വെക്കാൻ ഒരു ആളുണ്ടാവും. ആളെ പറയുന്നതാണ് റെക്കോർഡർ എന്ന് പറയുന്നത്. പ്രിപ്പയർ എ റിപ്പോർട്ട് ഓൺ ടോപ്പിക് ഡിസ്കസ്ഡ് ആൻഡ് എഗ്രിമെൻറ്റ്സ്. അതിന് കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഈ റെക്കോർഡറാണ് ഈ ഡിസ്കഷൻ്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നത്. പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ സമ്മറൈസിങ് ഔട്ട്കംസ്. കൃത്യമായിട്ടുള്ളൊരു ക്രൂഷ്യൽ റോള് ആണ് ഉണ്ടാക്കുന്നത്. കാരണം എന്താണെങ്കിൽ എല്ലാവരും അഭിപ്രായങ്ങൾ പറയും. അപ്പം ചില കാര്യങ്ങളൊക്കെ ആദ്യം പറഞ്ഞത് പലതും വിട്ടുപോകും, ഓർമ്മയിൽ നിൽക്കില്ല. അപ്പോൾ ഇതെല്ലാം റെക്കോർഡർ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് എഴുതി പോവുകയാണെങ്കിൽ അതിൻ്റെ അവസാന ഭാഗത്ത് ഒരു ഡിസിഷൻ മേക്കിംഗ് സമയത്ത് വരുമ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടിനകത്ത് നമുക്കൊരു കൃത്യമായിട്ടുള്ള ഔട്ട്കം കിട്ടണമെങ്കിൽ റെക്കോർഡർ അത് കൃത്യമായിട്ട് പരിപാലിച്ചാൽ മാത്രമാണ് നമുക്കിന് കൃത്യമായിട്ടുള്ള ഒരു ഒരു ഔട്ട്കം കിട്ടുള്ളൂ. ഇനി എന്താ പറയുന്നത്? എൻഷുർ എ റെക്കോർഡ് ഓഫ് ഇഷ്യൂ ആൻഡ് ഡിസിഷൻ. എസെൻഷ്യൽ ഫോർ മെയിൻറ്റെയിനിങ് എ ഹിസ്റ്ററി ഓഫ് ഗ്രൂപ്പ് ഡിസ്കഷൻ. ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ ഹിസ്റ്ററികൾ, ചരിത്രങ്ങൾ, അതാണ് പറയുന്നത്. കൃത്യമായിട്ടുള്ള മിനിറ്റ്സുകൾ രൂപപ്പെടുത്തി വെക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഹിസ്റ്ററി, ഇപ്പോൾ പഴയൊരു ഡിസ്കഷൻ ആണെങ്കിലും കൂടെ എല്ലാത്തിൻ്റെ കാര്യങ്ങളും ഹിസ്റ്റോറിക്കലായിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റുകളും തയ്യാറാക്കുന്നത് റെക്കോർഡറുകളാണ്. ഓക്കെ, അപ്പോൾ നല്ലൊരു റോളാണ് റെക്കോർഡർ വഹിക്കുന്നത്. ഈ ചർച്ച ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ലീഡറാണ്, ആ ഗ്രൂപ്പിൻ്റെ ലീഡറാണ്. എന്നിരുന്നാൽ കൂടെ അതെല്ലാം കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പോകുന്നതും ഡോക്യുമെൻ്റ് ചെയ്യുന്നതും റെക്കോർഡറാണ്. പിന്നെന്താ പറയുന്നത്? ഫെസിലിറ്റേറ്റ് ഫ്യൂച്ചർ റെഫറൻസ് ആൻഡ് ഫോളോ അപ്പ് ആക്ഷൻസ് പറയുന്നുണ്ട്. അപ്പം പിന്നീടുള്ള റെഫറൻസുകളൊക്കെ ഇപ്പോൾ പഴയ ഗ്രൂപ്പ് ഡിസ്കഷനുകളൊക്കെ നമ്മൾ എന്തിനുപയോഗിക്കാം? പിന്നീട് ഇത് സെയിം വിഷയങ്ങളുമായിട്ടുള്ള ചർച്ചകളും ഡിസ്കഷനും വരുമ്പോൾ ഈ പഴയ റെഫറൻസുകളെല്ലാം നമുക്കത് വളരെയധികം സഹായമാകും. അന്ന് എന്തായിരുന്നു നമ്മൾ ചർച്ച ചെയ്ത്, എന്തായിരുന്നു തീരുമാനങ്ങൾ എടുത്തതെന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഈ പഴയ റെക്കോർഡുകൾ നോക്കിയിട്ട് നമുക്കത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. ആ റെഫറൻസൊക്കെ എടുത്തിട്ട് ചെയ്യാൻ പറ്റും. കോൺട്രിബ്യൂട്ട് ടു ദി എഫക്റ്റീവ്നെസ് ഓഫ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്.
ഒരു നല്ലൊരു എഫക്റ്റീവ്നെസ്. അപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ ഈ റെക്കോർഡർക്ക് കൃത്യമായിട്ട് നമുക്കത് ഓർത്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ പുസ്തകം ഇപ്പോൾ റെക്കോർഡ് നോക്കിയാൽ അറിയാം, കഴിഞ്ഞ തവണ നമ്മൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇന്ന രീതിയിലായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്, ഇന്ന രീതിയിലാണ് തീരുമാനങ്ങൾ എടുത്തത്. അത്തരത്തിലുള്ള ഒരു എഫക്റ്റീവ്നെസ്, നല്ലൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ റെക്കോർഡർക്ക് പറ്റും. ഹെൽപ്പ് ഇൻ ട്രാക്കിംഗ് പ്രോഗ്രസ് ആൻഡ് ഇവാലുവേഷൻ ഗ്രൂപ്പ് ഡൈനാമിക്സ്. അതുപോലെ തന്നെ കൊളാബറേറ്റ് വിത്ത് ഗ്രൂപ്പ് ലീഡേഴ്സ് ആൻഡ് കോംപ്രഹെൻസീവ് ഡോക്യുമെൻറ്റേഷൻ. കൊളാബറേറ്റ് വിത്ത് ഗ്രൂപ്പ് ലീഡേഴ്സ്. അപ്പം ഇൻ കേസ് ഇപ്പോൾ ഗ്രൂപ്പ് ലീഡേഴ്സ് മാറുകയാണെങ്കിലും അല്ലെങ്കിൽ റെക്കോർഡറുകൾ മാറുകയാണെങ്കിലും ഈ റെക്കോർഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു പുസ്തകം, റെക്കോർഡ് അവിടെ നിലവിലുണ്ടാവും. അപ്പം ഈ കമ്മിറ്റി മെമ്പേഴ്സ്, ഈ ഗ്രൂപ്പ് മെമ്പേഴ്സ് മാറുകയാണെങ്കിലും ഈ പഴയ റെക്കോർഡ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നീടുള്ള ചർച്ചകൾക്കും അത് നല്ല രീതിയിലുള്ളൊരു ഗുണം ലഭ്യമാക്കും. എൻഹാൻസ് ദ ഓവറോൾ എഫിഷ്യൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഓഫ് ഗ്രൂപ്പ് ഡിസ്കഷൻ. അതാണ് പറയുന്നത് അല്ലേ. ആ ഗ്രൂപ്പ് ഡിസ്കഷന് ഏറ്റവും നല്ല ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടാൻ റെക്കോർഡുകൾക്ക് സാധിക്കും. അപ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷൻ കഴിഞ്ഞു. ഗ്രൂപ്പ് ഡിസ്കഷനകത്ത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു എത്ര പേരുണ്ടാവും. മിനിമം 6 പേര്, 6 to 12 മെമ്പേഴ്സാണ് ഗ്രൂപ്പ് ഡിസ്കഷനകത്ത് വേണ്ടത്. മിനിമം 6 പേര് വേണം, മാക്സിമം 12 പേരാണ് വേണ്ടത്. ഓക്കെ. ഇനി അടുത്ത് വരുന്നത് പാനൽ ഡിസ്കഷനാണ്. പാനൽ ഡിസ്കഷനകത്ത് എത്ര പേരാണ് വേണ്ടത്? ഇൻവോൾവ്സ് 4 to 8 ക്വാളിഫൈഡ് ഇൻഡിവിജ്വൽസ്. 4 മുതൽ 8 വരെയാണ് അതിനകത്ത് വേണ്ടത്. ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണ് വേണ്ടത്. ഡിസ്കസിങ് എ ഗീവൺ പ്രോബ്ലം ഓർ ടോപ്പിക്. തന്നിരിക്കുന്ന ഒരു ടോപ്പിക്കിനകത്ത് അല്ലെങ്കിൽ ഒരു പ്രോബ്ലംസിനകത്ത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള 4 മുതൽ 8 പേരാണ് പാനൽ ഡിസ്കഷനിൽ ഉണ്ടാകുന്നത്. ഇൻക്ലൂഡ് ചെയർമാൻ ഓർ മോഡറേറ്റർ ആൻഡ് 4 to 8 സ്പീക്കേഴ്സ്. അതിനകത്ത് ഒരു ചെയർമാൻ ഉണ്ടാവും, അല്ലെങ്കിൽ അതിന് മോഡറേറ്റർ എന്ന് പറയും. ചെയർമാൻ ഓപ്പൺസ് ദി മീറ്റിംഗ് ആൻഡ് സെറ്റ് ഇൻ ചെയർമാനാണ് മീറ്റിംഗ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അല്ലേ, നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷനിൽ ആരായിരുന്നു ചെയ്തിരുന്നത്? ഗ്രൂപ്പ് ലീഡറാണ് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു പാനൽ ഡിസ്കഷനിൽ പാനൽ ചെയർമാനാണ് ഈ ടോക്ക് അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രൊവൈഡ് പ്ലാറ്റ്ഫോം ഇൻ ഡെപ്ത് എക്സ്പ്ലോറിംഗ് ആൻഡ് ഡൈവേഴ്സിറ്റി പെർസ്പെക്റ്റീവ് aimed to ലാർജ് ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസ്. ലാർജ് ഗ്രൂപ്പ് ഓഡിയൻസിനെയാണ് ഈ പാനൽ ഡിസ്കഷനിൽ നമ്മൾ ലക്ഷ്യമിടുന്നത്. അതുപോലെ തന്നെ ഫോസ്റ്റർ ഇൻട്രാക്ഷൻ എമോങ് ദി പാനലിസ്റ്റ് ആൻഡ് എൻഗേജ് ദി ഓഡിയൻസ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ളത് പാനൽ ഡിസ്കഷനിൽ എത്ര പേരാണ് ഉണ്ടാവുക? 4 മുതൽ 8 വരെയാണ് ക്വാളിഫൈഡ് ഇൻഡിവിജ്വൽസാണ് പാനൽ ഡിസ്കഷനിൽ ഉണ്ടാവുക. അതിനകത്ത് ചെയർമാനാണ് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. ഇനി അടുത്ത് വരുന്നത് അതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് ഫെസിലിറ്റേറ്റ് കോംപ്രഹെൻസീവ് കവറേജ് ഓഫ് ടോപ്പിക്. സമഗ്രമായിട്ടുള്ള ആ ടോപ്പിക്കിനെ കുറിച്ച് സമഗ്രമായിട്ടുള്ള കവറേജ് നടത്തും. ആ ഒരു ചർച്ച, ആ ഒരു ഡിസ്കഷൻ ഉണ്ടാവും ആ ഒരു സബ്ജക്റ്റിന്, ടോപ്പിക്കിനെ കുറിച്ച്. അലോ ഫോർ സ്പോണ്ടേനിയസ് ഡിസ്കഷൻ ആൻഡ് ഓഡിയൻസ് ഇൻവോൾവ്മെൻറ്റ്. അല്ലേ, പെട്ടെന്നുള്ള തീരുമാനങ്ങളാണ് ഉണ്ടാവുക. ആ ഓഡിയൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റിൽ ഓഡിയൻസിന് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്കിനനുസരിച്ച് പെട്ടെന്നുള്ള തീരുമാനങ്ങളും ആ ഒരു പാനൽ ഡിസ്കഷനിൽ ഉണ്ടാവും. ടിപ്പിക്കലി ഇൻവോൾവ്സ് ദി മിക്സ് ഓഫ് എക്സ്പെർട്ടൈസ് ഓഫ് ഹോളിസ്റ്റിക് വ്യൂ. പെട്ടെന്നുള്ള ഇടപെടലുകളാണ് ഉണ്ടാവും. അപ്പം ഇപ്പോൾ ഓരോ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ ഓരോ തീരുമാനങ്ങളും വരുമ്പോൾ അതിൽ ഓഡിയൻസിൻ്റെ റെസ്പോൺസ് അനുസരിച്ച് അതിൽ പെട്ടെന്നുള്ള സ്പോണ്ടേനിയസ് ഡിസ്കഷൻ, പെട്ടെന്നുള്ള ഒരു ഡിസ്കഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പം ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു പാനൽ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഒരു നല്ല രീതിയിൽ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതിന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളും ഡിസ്കഷനുകളും അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഷയം അവിടെ രൂപപ്പെടുന്നുണ്ട്, അതിനെക്കുറിച്ചിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ ഈ പാനൽ ഡിസ്കഷനിൽ നടത്തുന്നതാണ്. ഇനി അടുത്ത് വരുന്നതാണ് സിമ്പോസിയാണ് വരുന്നത്. എന്താണ് സിമ്പോസിയം? അതിൽ യെല്ലോ മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റുകൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പോകണം. പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വന്നിരിക്കുന്ന ഭാഗങ്ങളാണ് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. സിമ്പോസിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീച്ചേഴ്സ് സീരീസ് ഓഫ് സ്പീച്ചസ് ഓൺ എ സെലക്റ്റഡ് സബ്ജക്റ്റ്. ഒരു സെലക്റ്റഡ് സബ്ജക്റ്റിന് ഉള്ളിൽ നിൽക്കുന്ന ഒരു സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ ആസ്പദമാക്കി നടക്കുന്ന സീരീസ് ഓഫ് സ്പീച്ചുകളാണ്. സീരീസ് ഓഫ് സ്പീച്ചസ് ഓൺ എ സെലക്റ്റഡ് സബ്ജക്റ്റ്, അതാണ് സിമ്പോസിയം എന്ന് പറയുന്നത്. ഒരു വിഷയം ഉണ്ടാവും, അതിനെക്കുറിച്ച് പലരും പലതരത്തിലുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതാണ് സിമ്പോസിയം എന്ന് പറയുന്നത്. ഈച്ച് എക്സ്പെർട്ട് പ്രസൻറ്റ് ആസ്പെക്ട്സ് ഓഫ് സബ്ജക്റ്റ് ബ്രീഫ്ലി. ആ ഓരോ എക്സ്പെർട്ടുകളും, ഈ സിമ്പോസിയത്തിൽ വരുന്ന ഓരോ എക്സ്പെർട്ടുകളും
ആ വിഷയത്തെക്കുറിച്ച് ബ്രീഫായിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കും. അതിൻ്റെ ആസ്പെക്റ്റുകളും കാര്യങ്ങളൊക്കെ ബ്രീഫായിട്ട് തന്നെ സംസാരിക്കും. നോ ഡിസിഷൻ എമംഗ് സിമ്പോസിയം മെമ്പേഴ്സ് ഡ്യൂറിങ് പ്രസൻറ്റേഷൻ. നോ ഡിസ്കഷൻ ഡ്യൂറിങ് എമംഗ് സിമ്പോസിയം മെമ്പേഴ്സ് ഡ്യൂറിങ് പ്രസൻറ്റേഷന് മുന്നെയോ അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ സമയത്തോ മറ്റു തരത്തിലുള്ള ഒരു ഡിസ്കഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓഡിയൻസ് മേ റൈസ് ക്വസ്റ്റ്യൻ അറ്റ് ദി എൻഡ്. അവസാന സമയങ്ങളിലാണ് ഒരു സിമ്പോസിയം ഓരോ സ്പീച്ച് അവസാനിക്കുമ്പോഴും അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും അവസാനമാണ് ഓഡിയൻസിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ചെയർമാൻ പ്രൊവൈഡ് എ കോംപ്രഹെൻസീവ് സമ്മറി. സമഗ്രമായിട്ടുള്ള സമ്മറി ചെയർമാനാണ് സമഗ്രമായിട്ടുള്ളൊരു സമ്മറി ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുപോലെ തന്നെ സ്ട്രക്ചേർഡ് ഫോർമാറ്റ് വിത്ത് ഇൻഡിവിജ്വൽ പ്രസൻറ്റേഷൻ. ഓരോ വ്യക്തിക്കും അതിൻ്റെ പ്രസൻറ്റേഷൻ നടത്തേണ്ട ഒരു നല്ലൊരു സ്ട്രക്ചറാണ് ഉണ്ടാക്കി കൊടുക്കുക. ഓരോ സ്പീച്ച് കഴിയുമ്പോഴും അടുത്ത സ്പീച്ചിലേക്ക് മറ്റൊരാളെ ക്ഷണിച്ചുകൊണ്ടോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതിന് സ്ട്രക്ചറലായിട്ടാവും ഒരു സിമ്പോസിയം നടക്കുന്നത്. ഇനി അടുത്ത് വരുന്നത് എംഫസൈസ് ഓൺ എക്സ്പെർട്ട് ഷെയറിംഗ് ഇൻസൈറ്റ് വിത്തൗട്ട് എ ഡയറക്റ്റ് ഇൻറ്ററാക്ഷൻ. അലോ ഓഡിയൻസ് പാർട്ടിസിപ്പേഷൻ ത്രൂ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ ക്വസ്റ്റ്യൻ ഉന്നയിക്കാനുള്ള സമയങ്ങൾ. അലോ ഓഡിയൻസ് പാർട്ടിസിപ്പേഷൻ ത്രൂ ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങൾ വഴി ആ ഓഡിയൻസിൻ്റെ പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കും. പ്രൊവൈഡ് എ വേരിഡ് പെർസ്പെക്റ്റീവ് ഓൺ ചൂസൺ സബ്ജക്റ്റ്. തന്നിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് ഓഡിയൻസിന് ഈ ഒരു സിമ്പോസിയം സമയത്ത് അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാവും. അപ്പോൾ സിമ്പോസിയത്തിനകത്ത് എന്താണ് സിമ്പോസിയം എന്നൊരു കാര്യം മനസ്സിലായോ? ഒരു സീരീസ് ഓഫ് സ്പീച്ചസ് ഓൺ എ സെലക്റ്റഡ് സബ്ജക്റ്റാണ്. ഒരു സെലക്റ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റിൻ്റെ അതിനെക്കുറിച്ചിട്ടുള്ള ബ്രീഫായിട്ട് സംസാരിക്കുന്ന ഒരു സീരീസിനെ പറയുന്നതാണ് സിമ്പോസിയം എന്ന് പറയുന്നത്. ഇനി അടുത്തത് വരുന്നത്, ഇപ്പോൾ സിമ്പോസിയം കഴിഞ്ഞ് അടുത്ത് വരുന്നത് വർക്ക്ഷോപ്പാണ്. വർക്ക്ഷോപ്പ് എന്താണ് പറയുന്നത്? സീരീസ് ഓഫ് മീറ്റിംഗ് ആണ് വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്, അല്ലേ? മീറ്റിങ്ങുകളുടെ ഒരു സീരീസിനെയാണ് വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. ലെവൽ എക്സ്പെരിമെൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ വിത്ത് എ സീരീസ് ഓഫ് മീറ്റിംഗ്. അത് മനസ്സിലാക്കി വെക്കുക. വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ സീരീസ് ഓഫ് മീറ്റിംഗ് ആണ്. സിമ്പോസിയം എന്ന് പറഞ്ഞാൽ സീരീസ് ഓഫ് സ്പീച്ചസ് ഓൺ എ സെലക്റ്റഡ് സബ്ജക്റ്റ്. ഒരു സെലക്റ്റഡ് സബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു സ്പീച്ചസ് ആണ് സിമ്പോസിയം. വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പോൾ സീരീസ് ഓഫ് മീറ്റിങ്ങുകളാണ്. ഓക്കെ. എംഫസൈസ് ഇൻഡിവിജ്വൽ വർക്ക് വിത്തിൻ്റെ സ്മോൾ ഗ്രൂപ്പ്. ചെറിയ ഗ്രൂപ്പുകളായിട്ടാവും ആ മീറ്റിങ്ങുകൾ, സീരീസ് ഓഫ് മീറ്റിങ്ങുകൾ 1 by 1 ആയിട്ട് വർക്ക്ഷോപ്പിൽ നടക്കുക. വിത്ത് സ്മോൾ ഗ്രൂപ്പുകളായിട്ട്. ഇൻവോൾവ് വിത്ത് കൺസൾട്ടൻ്റ് ആൻഡ് റിസോഴ്സ് പേഴ്സണൽ. അതിനകത്ത് കൺസൾട്ടൻറ്റുകളുണ്ടാവും, റിസോഴ്സ് പേഴ്സണുകളുണ്ടാവും. ഈച്ച് ഗ്രൂപ്പ് ചൂസ് എ ചെയർമാൻ ആൻഡ് റെക്കോർഡർ. നമ്മൾ നേരത്തെ റെക്കോർഡറുടെ കാര്യം പറഞ്ഞാൽ റെക്കോർഡർക്ക് വളരെ വലിയൊരു റോളാണ് എല്ലാത്തിനകത്തും ഉള്ളത്. അതിനകത്ത് ഓരോ പാർട്ടിസിപ്പൻറ്റും അവരുടെ കോൺട്രിബ്യൂഷൻ പറഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ഇപ്പോൾ ഒരു വർക്ക്ഷോപ്പിൽ ഒരു മീറ്റിങ്ങിൽ ഒരു ടോപ്പിക്കിൻ്റെ ഒരു സബ്ജക്റ്റിൽ അതിലത്തെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കോൺട്രിബ്യൂഷൻ എല്ലാ മെമ്പേഴ്സും എല്ലാ പാർട്ടിസിപ്പൻസും അതിനകത്ത് ഇൻഡിവിജ്വലായിട്ടും ഗ്രൂപ്പായിട്ടും അതിന് കോൺട്രിബ്യൂഷൻ ഒരു വർക്ക്ഷോപ്പിനകത്ത് ഉണ്ടാവും. ലീവ് പാർട്ടിസിപ്പൻറ്റ് വിത്ത് എ പ്ലാൻ ഓഫ് ആക്ഷൻ ഓൺ എ പ്രോബ്ലം. എന്താ പറയുക, ആ ഒരു പ്രോബ്ലത്തിൻ്റെ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ എല്ലാവരും ആ പ്ലാൻ ഓഫ് ആക്ഷനിലുണ്ടാവും. ഇനി എന്താ പറയുന്നത്, ലേണിംഗ് ഒക്കേഴ്സ് ഇൻ എ ഫ്രണ്ട്ലി ഡെമോക്രാറ്റിക് അറ്റ്മോസ്ഫിയർ. അവർ ഒരിക്കലും ഒരു എതിർക്കുകയോ വാദിക്കുകയോ അല്ല ചെയ്യുന്നത്. ഒരു വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഡെമോക്രാറ്റിക് ആയിട്ട് അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഉണ്ടാവുക. വളരെ ഫ്രണ്ട്ലി ആയിട്ടാവും ആ മീറ്റിങ്ങുകൾ നടക്കുക. ഒരു സീരീസ് ഓഫ് മീറ്റിംഗ്, ഒരു വർക്ക്ഷോപ്പിൽ വരുന്നത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഒരു പ്രോബ്ലത്തെക്കുറിച്ച് പഠിക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും അതിൻ്റെ ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കുകയും അഭിപ്രായങ്ങൾ പറയുകയും എല്ലാം വളരെ ഫ്രണ്ട്ലി ആയിട്ടാവും നടത്തുന്നത്. ഓപ്പർച്യൂണിറ്റി ഫോർ പാർട്ടിസിപ്പൻറ്റ് ടു എൻഹാൻസ് പ്രൊഫഷണൽ എഫക്റ്റീവ്നെസ്. അവരുടെ ആ ഒരു വിഷയത്തെക്കുറിച്ച് പ്രൊഫഷണലായിട്ട് അവർക്ക് അവരുടെ ജ്ഞാനം, അവരുടെ അറിവ് ഷെയർ ചെയ്യുന്നതിനുള്ള ഒരു അവസരമായിട്ടാണ് വർക്ക്ഷോപ്പുകളിൽ ഉണ്ടാവുക. അത് കമ്പൈൻ ഇൻഡിവിജ്വൽസ് ഇൻ എ ഗ്രൂപ്പ് ലേണിംഗ്, ഒരു ഗ്രൂപ്പ് ലേണിങ്ങിലായിട്ട് ചിലപ്പോൾ ഈ വർക്ക്ഷോപ്പുകൾ വഴി മറ്റുള്ളവർക്ക് ഇപ്പോൾ ചില പ്രത്യേക വിഷയങ്ങൾ, ചില പ്രത്യേക വ്യക്തികൾക്ക് കൂടുതലായിട്ട് അറിവ് ഉണ്ടായിരിക്കാം. അപ്പോൾ അവർ ഈ അറിവുകൾ ഷെയർ ചെയ്യുന്നത് വഴി അത് മറ്റുള്ളവർക്കും അത് പഠിക്കുവാനും മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും വർക്ക്ഷോപ്പ് വഴി. ഓക്കെ. ഇനി അടുത്തത് വരുന്നത് റോൾ പ്ലേയിങ് ആണ് വരുന്നത്. സോഷ്യോ ഡ്രാമ എന്ന് പറയും റോൾ പ്ലേയിങ്. എന്താണ് റോൾ പ്ലേയിങ്? അതിനകത്ത് മനസ്സിലാക്കി വയ്ക്കുക. ഞാൻ ഇവിടെ ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ടിപ്പിക്കലി ഇൻവോൾവ്സ് എ ഗ്രൂപ്പ് അറൗണ്ട് 25 പാർട്ടിസിപ്പൻ്റാണ്. 25 മെമ്പേഴ്സാണ് റോൾ പ്ലേയിങ്ങിൽ അല്ലെങ്കിൽ സോഷ്യോ ഡ്രാമയിൽ ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, അറൗണ്ട് 25% ആണ് വരുന്നത്.
എന്താണ് റോൾ പ്ലേയിങ് പറഞ്ഞാൽ എന്താണ് വരുന്നത്? ബേസ്ഡ് ഓൺ ദി അസംഷൻ ദാറ്റ് സം വാല്യൂസ് ആർ ബെറ്റർ എക്സ്പ്രഷൻ ത്രൂ ഡ്രാമ. നമുക്ക് ചില വിഷയങ്ങൾ അവതരിപ്പിക്കാൻ, ഇപ്പോൾ തെരുവ് നാടകങ്ങളൊക്കെ കണ്ടവരുണ്ടാവും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കേട്ടവർ വായിച്ചവരൊക്കെ ഉണ്ടാവും. നമ്മൾ ചില പ്രത്യേക അവബോധന ക്ലാസ്സുകൾ അല്ലെങ്കിൽ പ്രത്യേക മെസ്സേജുകൾ കൊടുക്കാൻ ഏറ്റവും സ്വീകാര്യമായിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള സോഷ്യോ ഡ്രാമകൾ. ഇപ്പം ഉദാഹരണത്തിന് ഈ പ്രീ മൺസൂൺ ആക്ടിവിറ്റീസുകളൊക്കെ വരുമ്പോൾ, മഴക്കാല പൂർവ്വ ശുചീകരണ പരിപാടികളൊക്കെ വരുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. കാരണം എന്താ, ഈ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, അത്തരം അസുഖങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്, അതിനെ തടയാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചിട്ടുള്ള ചെറിയ ചെറിയ കുഞ്ഞു ഡ്രാമകളും നാടകങ്ങളും അതുപോലെ തന്നെ അതിനനുബന്ധപ്പെട്ടിട്ടുള്ള സ്കിറ്റുകളും പാട്ടുകളും ഇതൊക്കെ ചേർന്ന്, ഇപ്പോൾ ഒരു കവലയിലാണെങ്കിലോ ഒരു ടൗണിലാണെങ്കിലോ ബസ് സ്റ്റാൻഡിലാണെങ്കിലോ ഇത് അവതരിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ഇത്തരം സോഷ്യൽ ഡ്രാമകളിൽ നമുക്ക് ഒന്ന് നമ്മൾ ഇത് പ്ലേ ചെയ്യുന്നു, മറ്റേത് നമുക്ക് ഇതിൻ്റെ ഒരു അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പോസ്റ്ററുകളെല്ലാം ഇത് അവതരിപ്പിക്കുന്ന ഒരു ആ അറ്റ്മോസ്ഫിയറിൽ നമ്മൾ പ്രദർശിപ്പിക്കുമ്പോൾ കൂടുതൽ ആളുകൾക്ക് ഈ സൗണ്ട് എല്ലാം കേട്ട് കൂടുതൽ ആളുകൾ അട്രാക്റ്റീവായിട്ട് ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് കണ്ടു നിൽക്കുകയും അതിലൂടെ അവർക്ക് കൃത്യമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ ലഭിക്കുകയും ചെയ്യുന്ന നല്ലൊരു മെത്തേഡാണ് റോൾ പ്ലേയിങ് അല്ലെങ്കിൽ സോഷ്യൽ ഡ്രാമ എന്ന് പറയുന്നത്. ഗ്രൂപ്പ് മെമ്പേഴ്സ് എൻഹാൻസ് റോൾ ബേസ്ഡ് ഓൺ ദി ഒബ്സർവേഷൻ ഓർ എക്സ്പീരിയൻസ്. ഓഡിയൻസ് actively engage and may suggest alternative suggestions. Participants demonstrate how they feel a role should be handled. അപ്പം ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് റോൾ പ്ലേയിങ്ങിൽ വരുന്നത്. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ഫോർ ഡിസ്കസിങ് പ്രോബ്ലം ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. നമുക്ക് നേരിട്ട് പറയാൻ പറ്റാത്ത ഒരുപാട് സാഹചര്യങ്ങളുണ്ടാവും. എന്നിരുന്നാൽ കൂടെ ഇത്തരം രൂപങ്ങളിലൂടെ, ഇത്തരം സോഷ്യോ ഡ്രാമകളിലൂടെ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു അറിവ് അല്ലെങ്കിൽ ആ ഒരു അറിയിപ്പ്, ഒരു സന്ദേശം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ് റോൾ പ്ലേയിങ് എന്ന് പറയുന്നത്. ഓക്കെ, പർട്ടിക്കുലർലി എഫക്റ്റീവ് ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ്, എസ്പെഷ്യലി വിത്ത് സ്കൂൾ ചിൽഡ്രൻ. കുട്ടികൾക്ക് എഡ്യൂക്കേഷണൽ പർപ്പസായിട്ട് അവർക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും റോൾ പ്ലേയിങ് ഏറ്റവും നല്ലൊരു മെത്തേഡാണ്. ഓക്കെ, ഫോളോഡ് ബൈ ഡിസ്കഷൻ ഓഫ് ദി പാട്രിയോട്ടഡ് പ്രോബ്ലംസ്. എന്ത് പ്രോബ്ലം തന്നെയാണ്, ഇപ്പം ഒരു മേജറായിട്ടുള്ള പ്രോബ്ലം വന്നിരിക്കുകയാണ്, അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു അവബോധം, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു സന്ദേശം കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതിനാണെങ്കിൽ ഇൻഡിവിജ്വലായിട്ടുള്ള അപ്രോച്ചിനേക്കാളും അതുപോലെ തന്നെ ഗ്രൂപ്പ് അപ്രോച്ചിനേക്കാളും ഏറ്റവും നല്ലത് ഇത്തരത്തിലുള്ള സോഷ്യൽ ഡ്രാമകളാണെങ്കിൽ ഇത് നമ്മൾ ചെയ്യുന്ന ചിലപ്പോൾ സ്കൂളുകളിലാവാം, കോളേജുകളിലാവാം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലാവാം. ഇങ്ങനെ പബ്ലിക്കായിട്ട് ചെയ്യുമ്പോൾ അവിടെ ആളുകൾ ഇത് കാണും, പല തരത്തിലുള്ള ആളുകളാവും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ജ്ഞാനം ലഭ്യമാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏറ്റവും ഒരു എഫക്റ്റീവ് മെത്തേഡാണ് റോൾ പ്ലേയിങ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് വരുന്നത് കോൺഫറൻസ് ആൻഡ് സെമിനാർസ് ആണ്. ഷെയ്ഡ് ചെയ്ത് നോക്കുക. ഇൻ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഹാഫ് ഡേ ടു 1 വീക്ക് കോൺഫറൻസുകളും സെമിനാറുകളും വരുന്നത്. അത് എന്ത് വരുന്നുണ്ട്, എഡ്യൂക്കേഷണൽ ഈവൻറ്റ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹെൽഡ് അറ്റ് റിലീജിയൻ, സ്റ്റേറ്റ് ഓർ നാഷണൽ ലെവലായിട്ട് നടക്കുന്നുണ്ട് കോൺഫറൻസുകൾ, സെമിനാറുകളും. അത് ഓരോ സ്ഥലങ്ങൾ, ഇപ്പോൾ ലോക്കലായിട്ട് നടക്കുന്നുണ്ട്, റിലീജിയനായിട്ടും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലൊക്കെ കോൺഫറൻസ് നടക്കുന്നുണ്ട്. വെരി ഇൻ ഡ്യൂറേഷൻ ഫ്രം ഹാഫ് ഡേ ടു 1 വീക്ക്, അര ദിവസം മുതൽ ഒരാഴ്ച വരെയാണ് കോൺഫറൻസുകളുടെ അല്ലെങ്കിൽ സെമിനാറുകളുടെ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് മാറിക്കൊണ്ടിരിക്കും. ഒരു വിഷയമാണെങ്കിൽ, ഒരു പ്രത്യേക സബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള കോൺഫറൻസോ അല്ലെങ്കിൽ സെമിനാറുകളാണെങ്കിൽ അത് ചിലപ്പോൾ ഒരു പകുതി ദിവസം ഉണ്ടാകും, അല്ലെങ്കിൽ അത് ഒരാഴ്ച വരെ സമയം വരെ അത് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അതാണ് കോൺഫറൻസുകളും സെമിനാറുകളും. അത് നടത്തുന്നത് ചിലപ്പം റീജിയണലായിട്ടാവും, അല്ലെങ്കിൽ സ്റ്റേറ്റ് തലത്തിലാവും, ദേശീയ തലത്തിലാവും. ഇത്തരം കാര്യങ്ങളാണ് ഈ സെമിനാർസിൻ്റെ കാര്യത്തിലുള്ളത്. കവർ സിംഗിൾ ടോപ്പിക് ഇൻ ഡെപ്ത് ആൻഡ് ബ്രോഡ് കോംപ്രഹെൻസീവ് തീംസ്. അല്ലേ, ഒരു സിംഗിൾ ടോപ്പിക്കാവും, അതിൻ്റെ സമഗ്രമായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളാവും ഈ കോൺഫറൻസിലും സെമിനാറിലൊക്കെ നടത്തുക. ബ്രോഡ് കോംപ്രഹെൻസീവ് തീംസ്. ഓക്കെ, യൂസ് വേരിയസ് ഫോർമാറ്റ് ഇൻക്ലൂഡിങ് സെൽഫ് ഇൻസ്ട്രക്ഷൻ ആൻഡ് മൾട്ടിമീഡിയ. എയിംഡ് ടു പ്രൊവൈഡ് അഡ്വാൻസ്ഡ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ കോൺഫറൻസിൽ സെമിനാറിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രൊവൈഡ് അഡ്വാൻസ്ഡ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. അവർ എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് അവർക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ
പുതിയ തലത്തിൽ അവർക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിലും ട്രെയിനിങ്ങുകൾ കപ്പാസിറ്റി ബിൽഡിംഗ് ചെയ്യുന്നതിന് അതിന് ട്രെയിനിങ് കൊടുക്കുന്നതിന് എല്ലാം ഇത്തരം കോൺഫറൻസിലും സെമിനാറുകളിലാണ് അത് ചെയ്യുന്നത്. പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ ചിലപ്പം ഒരു സെയിം വിഷയം തന്നെ ആവാം, മുന്നേ ചെയ്തിരുന്നതാവാം, അതിനകത്ത് എന്തെങ്കിലും അപ്ഡേഷൻ വരികയാണെങ്കിൽ കൂടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇല്ലേ. ഓഫൺ ഇൻവോൾവ് ദ എക്സ്പെർട്ട് ആൻഡ് പ്രൊഫഷണൽ ആസ് സ്പീക്കേഴ്സ്. അതിൽ വരുന്നത് ആ എക്സ്പെർട്ടുകളാവും, അല്ലെങ്കിൽ അതിനകത്ത് വരുന്നത് പ്രൊഫഷണൽ സ്പീക്കേഴ്സ്. അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിച്ച് അത് പറയാൻ പ്രാപ്തരായിട്ടുള്ളവരാവും ഈ കോൺഫറൻസുകളും സെമിനാറുകളിലൊക്കെ ഉണ്ടാകുന്നത്. ഫെസിലിറ്റി നെറ്റ്വർക്കിംഗ് ആൻഡ് നോളജ് എക്സ്ചേഞ്ച് എമംഗ് പാർട്ടിസിപ്പൻറ്റ് അല്ലേ. അതിൻ്റെ ഒരു അറിവ് എല്ലാവരിലേക്കും പകരുന്ന രീതിയിലായിരിക്കും ഒരു കോൺഫറൻസുകളും അതുപോലെ തന്നെ സെമിനാറുകളും അവസാനിപ്പിക്കുക. അത് അവസാനിപ്പിക്കുമ്പോഴേക്കും അതിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ, അതിൽ ടീച്ച് ചെയ്ത കാര്യങ്ങൾ, അതിൻ്റെ ആ ട്രെയിനിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാവും ഓരോ കോൺഫറൻസുകളും സെമിനാറുകളും ഉണ്ടാവുക. അപ്പം ഇനി അടുത്ത് വരുന്നത് മാസ് അപ്രോച്ചാണ്. അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് അപ്രോച്ച് കഴിഞ്ഞു. ഇനി മാസ് അപ്രോച്ചിൽ എന്താ വരുന്നത്? എഡ്യൂക്കേഷൻ ഓഫ് ജനറൽ പബ്ലിക് ഇല്ലേ. മാസ് മീഡിയ ഉപയോഗിക്കുന്നത്. മാസ് മീഡിയ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പം ഏറ്റവും സിമ്പിളായിട്ട് ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ്? റാപ്പിഡ് ഇവല്യൂഷൻ ഫ്രം പ്രിൻറ്റഡ് മെറ്റീരിയൽസ്, പോസ്റ്റേഴ്സ്, പാംപ്ലെറ്റ്സ് ഓർ റേഡിയോ, TV ആൻഡ് ഇൻ്റർനെറ്റ്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മാസ് അപ്രോച്ച്. മാസ് അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണെങ്കിൽ വൈഡായിട്ടുള്ള ആളുകളിലേക്ക് പെട്ടെന്ന് തന്നെ ഇതേപോലത്തെ വാർത്തകളും അതേപോലെ തന്നെ സന്ദേശങ്ങളും എത്തിക്കുക. അതാണ് മാസ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ ടെലിവിഷനാണെങ്കിലും ഒരു ന്യൂസ് ആണെങ്കിൽ കോടിക്കണക്കിന് ആളുകളാണ് അറ്റ് എ ടൈം, ഒരു സമയത്ത് കോടിക്കണക്കിന് ആളുകളാണ് ഇപ്പം ടെലിവിഷനാണെങ്കിലും റേഡിയോയിലാണെങ്കിലും പത്രത്തിലൂടെ ആണെങ്കിലും ഓരോ ദിവസവും വാർത്തകൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. മീഡിയ ചാനൽസ് കാറ്റേഴ്സ് ഡിഫറൻസ് സെൻസ് പ്രസ് പ്രൈമറി ടു റേഡിയോ ടു ഇയർ ആൻഡ് TV ടു ബോത്ത് ഐ ആൻഡ് ഇയർ ഇല്ലേ. എന്താ പറയുന്നത്? നമ്മൾ പ്രിൻറ്റഡ് മെറ്റീരിയൽസ് ആണെങ്കിൽ എന്താണ് നമുക്ക് പറ്റുക? നമുക്കത് കാണാനും വായിക്കാനേ പറ്റുള്ളൂ. അതുപോലെ തന്നെ റേഡിയോ ആണെങ്കിൽ എന്താ പറ്റുക? നമുക്ക് കേൾക്കാൻ മാത്രമേ പറ്റുള്ളൂ അല്ലേ, കേൾക്കാൻ മാത്രമേ പറ്റുള്ളൂ. TV ആണെങ്കിലോ നമുക്ക് കേൾക്കുകയും ചെയ്യാം കാണുകയും ചെയ്യാം അല്ലേ. അതാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ എഫക്റ്റീവ്നെസ് ആണ് പറയുന്നത്. എഫക്റ്റീവ്നെസ് മാസ് മീഡിയയുടെ എഫക്റ്റീവ്നെസ്. മാസ് മീഡിയ സെർവ് ആസ് എ വൺ വേ കമ്മ്യൂണിക്കേഷനാണ് മാസ് മീഡിയ വരുന്നത്. വൺ വേ കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ നമുക്കത് അറിയാവില്ലേ, ഇപ്പം റേഡിയോയിലാണെങ്കിലും TV-യിലാണെങ്കിലും പത്രത്തിലൂടെ ആണെങ്കിലും നമുക്ക് വായിക്കുക, കേൾക്കുക, കാണുക അത് മാത്രമേ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് തിരിച്ച് അങ്ങോട്ട് പറയാൻ പറ്റില്ല അല്ലേ. റിച്ചസ് മില്യൺ ഈവൻ ഇൻ റിമോട്ട് ഏരിയാസ്. പെട്ടെന്ന് തന്നെ റിമോട്ട് ഏരിയാസിലാണെങ്കിലും കൂടെ ധാരാളം ആളുകളിലേക്ക് പെട്ടെന്ന് തന്നെ വാർത്തകൾ എത്തിക്കാനും ഇത്തരം മാധ്യമങ്ങളിലൂടെ സാധിക്കും. അക്നോളജ്ഡ് ഫോർ ക്രിയേറ്റിംഗ് പൊളിറ്റിക്കൽ വിൽസ്, റൈസിംഗ് ഹെൽത്ത് കോൺസിക്വൻസസ്, സെറ്റിംഗ് നോംസ് ആൻഡ് ഡെലിവറിങ് ടെക്നിക്കൽ മെസ്സേജ്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ കാര്യം തന്നെയാണെങ്കിലും കൂടെ എന്ത് തന്നെയാണെങ്കിലും വാർത്തകളും സന്ദേശങ്ങളും അറിയിപ്പുകളും എല്ലാം റിമോട്ട് ഏരിയസിലാണെങ്കിലും തന്നെ ഒരുപാട് ആളുകൾ വളരെ വേഗതയിൽ വാർത്തകളും സന്ദേശങ്ങളൊക്കെ അറിയുന്നത് ഇതുപോലെ തന്നെ മാസ് മീഡിയകൾ വഴിയാണ്. ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡാണ്. അതിൽ വരുന്ന ടെലിവിഷൻ. എന്താണ് ടെലിവിഷൻ്റെ പ്രത്യേകതകൾ നോക്കാം. മോസ്റ്റ് പോപ്പുലർ മീഡിയം ഫോർ കാറ്ററിംഗ് അവയർനെസ് ആൻഡ് ഇൻഫ്ലുവൻസിങ് പബ്ലിക് ഒപ്പീനിയൻ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വാർത്താ ചാനലുകളും ഒക്കെ ഉള്ളത് ഈ ഇതേപോലത്തെ ടെലിവിഷൻ വഴിയാണ് ആളുകൾ അത് ശ്രദ്ധിച്ചുകൊണ്ടും കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത്. എഫക്റ്റീവ് ഇൻ ഇൻട്രൊഡ്യൂസിങ് ന്യൂ ലൈഫ് സ്റ്റൈൽ ആൻഡ് റൈസിങ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽസ്. അവർക്ക് മനസ്സിലാവുന്ന ഇത് നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ കണ്ടില്ലേ, നമുക്ക് കണ്ടുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇപ്പം ടെലിവിഷനുകളിലൂടെ നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. പൊട്ടൻഷ്യൽ ഫോർ ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ ഡിസ്പൈറ്റ് ബീയിങ് എ വൺ വേ ചാനൽ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വൺ വേ ചാനലാണ്. നമുക്ക് തിരിച്ചങ്ങോട്ട് സംശയങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ പറയുവാനോ ഒന്നും സാധിക്കില്ല. ഒരു വൺ വേ കമ്മ്യൂണിക്കേഷനാണ്. അവരിങ്ങോട്ട് പറഞ്ഞ് ആ വാർത്തകളും സന്ദേശങ്ങളും അറിയിപ്പുകളെല്ലാം ഇങ്ങോട്ട് തന്നുകൊണ്ടേയിരിക്കുകയുള്ളൂ. തിരിച്ച് അങ്ങോട്ട് ഒരു ഫീഡ്ബാക്ക് അവർ പ്രതീക്ഷിക്കുന്നില്ല. റേഡിയോ വരുന്നത് എന്താ വരുന്നത്? ഒരു ഓഡിയോ എയ്ഡാണ് വരുന്നത് അല്ലേ. ഓഡിയോ എയ്ഡാണ്. നമുക്ക് ശബ്ദം മാത്രമാണ് നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ.
valuable for putting across the health information through talk, plays and quiz programs. ഇതിൽ നിന്ന് റേഡിയോ വഴി നമുക്ക് ലഭ്യമാകുന്നത്. അതിൻ്റെ ടോക്കുകളുണ്ടാവും, ക്വിസ് പ്രോഗ്രാമുകളുണ്ടാവും. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് റേഡിയോ വഴി നമുക്ക് ലഭ്യമാകുന്നത്. അടുത്ത് വരുന്നത് കോസ്റ്റ് ഓഫ് എഫക്റ്റീവ് കമ്പയർഡ് ടു ടി വി, എനേബിളിംഗ് ഡിസ്കഷൻ ഓർ ലോക്കൽ ഹെൽത്ത് ഇഷ്യൂസ്. ടി വിയിലൂടെ ആണെങ്കിൽ നമുക്കത് കണ്ടുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. റേഡിയോയിലൂടെ ആണെങ്കിൽ നമുക്ക് ശബ്ദങ്ങൾ മാത്രമാണ് നമുക്ക് ശ്രവിക്കാൻ പറ്റുള്ളൂ. എന്നിരുന്നാൽ കൂടെ കൂടുതൽ വാർത്തകളും അതുപോലെ തന്നെ അറിയിപ്പുകളെല്ലാം ആളുകൾക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതും റേഡിയോ നല്ല ഒരു മാധ്യമമാണ്. മാസ് മീഡിയയിൽ നല്ലൊരു മാധ്യമമാണ് റേഡിയോകളും. ഇൻ്റർനെറ്റിലേക്ക് വരുമ്പോൾ എന്താണ് വൈഡായിട്ടുള്ളത് വരുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ വിത്ത് വാസ്റ്റ് നോളജിൻ്റെ ട്രാൻസ്ഫർ capabilities. Enable direct and instant global communication through email and online chat. നമുക്കിപ്പോൾ ഒരു സന്ദേശം അയക്കാനെങ്കിൽ കൂടെ ഇൻ്റർനെറ്റ് വഴി, ഇമെയിൽ വഴിയോ ചാറ്റ് വഴിയോ ഏറ്റവും പെട്ടെന്ന് എത്ര ദൂരത്തേക്ക് വേണമെങ്കിലും നമുക്കൊരു സന്ദേശം കൈമാറാനും സാധ്യതയുണ്ട് അല്ലേ. കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് വരുന്നത്. ഇപ്പോൾ കമ്പ്യൂട്ടറിൽ മാത്രമല്ല, ഇപ്പോൾ ഫോണിലാണെങ്കിലും കൂടെ നമുക്ക് ഏറ്റവും പെട്ടെന്ന് എത്ര ദൂരത്തുള്ള ആളുകൾക്ക് വേണമെങ്കിലും നമുക്ക് സന്ദേശങ്ങൾ കൈമാറാനും അറിയിപ്പുകൾ കൊടുക്കാനെല്ലാം സാധ്യമാവുന്ന തരത്തിലാണ് ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ മാസ് മീഡിയ അപ്രോച്ചായിട്ട് വരുന്നത്. ഗ്രോവിംഗ് പൊട്ടൻഷ്യൽ ആസ് മേജർ ഹെൽത്ത് എഡ്യൂക്കേഷൻ ടൂൾ വിത്തിൻ വെൽത്ത് ഓഫ് ഹെൽത്ത് റിലേറ്റഡ് ലിറ്ററേച്ചർ അവൈലബിൾ ഓൺലൈൻ. നമുക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ആരോഗ്യ സംബന്ധമായിട്ടുള്ള എന്ത് അറിയിപ്പുകളും അതിനെക്കുറിച്ച് നമുക്ക് ഗ്രോ ചെയ്യാനുള്ള, നമുക്ക് അതിൻ്റെ പഠന കാര്യങ്ങളാണെങ്കിലും മറ്റെന്ത് തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിലും ഏറ്റവും എളുപ്പത്തിൽ ലഭ്യമാകുന്നത് ഇപ്പോൾ ഇൻ്റർനെറ്റിലൂടെയാണ്. ഇൻ്റർനെറ്റിൽ നമുക്കിപ്പം സെർച്ച് എഞ്ചിനുകളുണ്ട്. ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഇപ്പോൾ ഏതൊരു അസുഖത്തെക്കുറിച്ചാണെങ്കിലും അത് ഒരു പരിധി വരെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് തോന്നുന്നത്. പക്ഷേ എന്നിരുന്നാലും അതിനകത്തും ഒരുപാട് മിസ്ലീഡിങ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഓരോ അറിവുകളും അതിൻ്റെ കൃത്യമായിട്ടുള്ള അതിൻ്റെ ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്നുള്ള അറിവുകളൊക്കെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇപ്പോൾ ഒരു ആരോഗ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ രോഗങ്ങളെക്കുറിച്ച് വരുമ്പോൾ ഒന്നുകിൽ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് WHO വെബ്സൈറ്റുകൾ ഡിപ്പെൻഡ് ചെയ്യാം. ആ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ സൈറ്റുകൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ അറിവുകൾ കിട്ടും. അതിൻ്റെ തന്നെ ഇപ്പോൾ നാഷണൽ ലെവലാണെങ്കിലും നാഷണൽ ചാനലുകളുണ്ടാവും ഹെൽത്തിൻ്റെ ആരോഗ്യപരമായിട്ടോ, അല്ലെങ്കിൽ ആരോഗ്യപരമായി മാത്രമല്ല ഏത് തരത്തിലാണെങ്കിലും നാഷണലൈസ്ഡ് ചാനലുകളിൽ വരുന്ന അറിയിപ്പുകളും വാർത്തകളും ഒക്കെ നമുക്ക് കൂടുതൽ അറിവുകളും അതുപോലെ തന്നെ അപ്ഡേറ്റുകളൊക്കെ ലഭ്യമാകും. ഇൻ്റർനെറ്റിൻ്റെ അനന്ത സാധ്യതകളാണ് ഇതിൽ പറയുന്നത്. മാസ് അപ്രോച്ചിൽ വളരെ വേഗത്തിൽ എത്ര ദൂരത്താണെങ്കിലും സന്ദേശങ്ങൾ കൈമാറാനും വിവരങ്ങൾ കൊടുക്കാനൊക്കെ സാധ്യമാണ്. ഇനി വരുന്ന ന്യൂസ് പേപ്പറാണ്. വൈഡ്ലി ഡിസമിനേറ്റഡ് ഫ്രം ഫോം ഓഫ് ലിറ്ററേച്ചർ പ്രൊവൈഡിങ് ഡീറ്റെയിൽഡ് ആൻഡ് ഫങ്ഷണൽ മെറ്റീരിയൽ അല്ലേ. ന്യൂസ് പേപ്പറിൽ എന്താണ്, നമുക്ക് വാർത്തകൾ വായിക്കുവാനും അതുപോലെ തന്നെ സന്ദേശങ്ങൾ വായിക്കുവാനും ഇപ്പോൾ അറിയിപ്പുകളൊക്കെ കൃത്യമായിട്ടുള്ള എല്ലാ വാർത്തകളും നമുക്ക് അറിയാനൊക്കെ ന്യൂസ് പേപ്പറാണ് ഇപ്പോൾ സാധാരണ ഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ അതിനകത്ത് വരുന്നതാണെങ്കിൽ ലിമിറ്റേഷൻ വരുമ്പോൾ ഇൻ റൂറൽ ഏരിയാസ് ഡ്യൂ ടു ലോ റീഡർഷിപ്പ് അമോങ് ദി ഇല്ലിറ്ററേറ്റ് പോപ്പുലേഷൻ. വിദ്യാഭ്യാസം കുറഞ്ഞ സ്ഥലങ്ങളിലും റൂറൽ ഏരിയാസിലൊക്കെ ആണെങ്കിലും അവിടെ ആണെങ്കിൽ വായനാശേഷി ഇല്ലാത്ത ആളുകൾക്ക് ഈ ന്യൂസ് പേപ്പർ കൊണ്ട് യാതൊരു ഗുണം ഉണ്ടാവില്ല. അവർക്കത് വായിച്ച് മനസ്സിലാക്കാനും അത് അറിയുവാനും സാധ്യത കുറവാണ്. ടിപ്പിക്കലി സോട്ട് ഫോർ ഫാക്ച്വൽ ആൻഡ് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ. ഇത് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടാവും. എന്നിരുന്നാൽ കൂടെ എൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ റൂറൽ ഏരിയാസുകളിൽ വിദ്യാഭ്യാസം കുറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ അത് പത്രം വായിക്കുവാനും അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും തടസ്സങ്ങൾ വരുന്നുണ്ട്. ഇനി പ്രിൻ്റഡ് മെറ്റീരിയൽസ് വരുന്നുണ്ട്. എന്താണ് പ്രിൻ്റഡ് മെറ്റീരിയൽസിൽ എന്താ വരുന്നത്? പ്രിൻ്റഡ് മെറ്റീരിയൽസ് വരുമ്പോൾ നമുക്ക് അതിനകത്ത് വരുന്നതാണ് മാഗസിൻസ് വരുന്നുണ്ട്, പാംഫ്ലെറ്റ്സ് വരുന്നുണ്ട്, ബുക്ക്ലെറ്റ് വരുന്നുണ്ട്. ആൻഡ് ഹാൻഡ് ഔട്ട് ആർ ലോങ് സ്റ്റാൻഡിങ് ടൂൾസ് ഫോർ ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ അല്ലേ. നമുക്ക് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടക്കുന്നത് മാഗസിൻ വഴിയിലാണ്. ഹെൽത്ത് മാഗസിനുകളുണ്ട്, ബുക്ക്ലെറ്റുകളുണ്ട്, അത്തരം കാര്യങ്ങളൊക്കെയാണ് പ്രിൻ്റഡ് മെറ്റീരിയൽസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ പ്രിൻ്റഡ് മെറ്റീരിയൽസിൽ നമുക്ക് ഇത്തരം മാഗസിനുകളിലാണെങ്കിലും ഓരോ അസുഖത്തെക്കുറിച്ച് അതിൻ്റെ പുതിയ അപ്ഡേറ്റുകളും ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളുകളൊക്കെ നമുക്ക്
അത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അതൊക്കെ പ്രിൻറ്റഡ് മെറ്റീരിയൽസ് വളരെയധികം സഹായകരമാണ്. കൺവേ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ആൻഡ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് അറ്റ് ലോ കോസ്റ്റ് ഫോർ ഷെയറിംഗ് വിത്തിൻ ഫാമിലീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. അല്ലേ, വളരെ ഇത് കുറഞ്ഞ തരത്തിൽ, കോസ്റ്റ് കുറഞ്ഞ തരത്തിൽ ഇത്തരം ബുക്ക്ലെറ്റുകളും പ്രിൻറ്റഡ് മെറ്റീരിയൽസുകളൊക്കെ. ഇപ്പോൾ ഒരു അസുഖം വരികയാണെങ്കിൽ കൂടെ, ഒരു തദ്ദേശീയമായിട്ടൊരു അസുഖം വരികയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ബിറ്റ് നോട്ടീസുകളൊക്കെ അടിച്ചിറക്കും, അതിൻ്റെ ജാഗ്രതാ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അതിന് കൈക്കൊള്ളേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ട് അത് സർക്കുലേഷൻ ചെയ്യും, ഓരോ വീടുകളിലേക്കും എത്തിക്കും, ഇന്ന രീതിയിലാണ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രിൻറ്റഡ് മെറ്റീരിയൽസുകളൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള ആരോഗ്യ വിദ്യാഭ്യാസം, ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാൻ സാധ്യമാണ്. ഇനി വരുന്നത് ഡയറക്റ്റ് മെയിലിംഗ് ആണ്. ഡയറക്റ്റ് മെയിലിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻവോൾവിംഗ് ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ എയിമിംഗ് ടു റീച്ച് റിമോട്ട് ഏരിയാസ് വിത്ത് പ്രിൻറ്റഡ് മെറ്റീരിയൽസ്. അത് ഈ പ്രിൻറ്റഡ് മെറ്റീരിയൽസ് നമുക്ക് എത്തിക്കുന്ന രീതിയാണ് ഇൻവോൾവിംഗ് ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ എയിമിംഗ് ടു റീച്ച് റിമോട്ട് ഏരിയാസ്. റിമോട്ട് ഏരിയാസിൽ നമുക്ക് മറ്റ് സാധ്യതകളില്ലാത്ത ഇതാണെങ്കിൽ, ഇപ്പോൾ ടെലിവിഷൻ, റേഡിയോ, അതുപോലെ തന്നെ ഇൻ്റർനെറ്റും കാര്യങ്ങളൊക്കെ ലഭ്യമാകാത്ത സ്ഥലങ്ങളിലേക്ക് നമുക്ക് ഇത്തരം പ്രിൻറ്റഡ് മെറ്റീരിയൽസുകൾ, പോസ്റ്ററുകളും അതുപോലെ തന്നെ മാഗസിനുകളും ബിറ്റ് നോട്ടീസുകളെല്ലാം എത്തിക്കാനുള്ള ഒരു മെത്തേഡാണ്, എത്തിക്കാനുള്ള ഒരു സംവിധാനമാണ് ഡയറക്റ്റ് മെയിലിംഗ് പറയുന്നത്. പേഴ്സണലൈസ്ഡ് അപ്രോച്ച് ടാർഗറ്റിംഗ് വില്ലേജ് ലീഡേഴ്സ്, ഇല്ലട്രേറ്റ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഒപ്പീനിയൻ ലീഡേഴ്സ്. ഇത്തരം ആളുകൾ വഴിയാണ് ഈ ഡയറക്റ്റ് മെയിലിംഗ് കൊടുക്കുന്നത്, ഇത് അപ്രോച്ച് ചെയ്യുന്നത്. കാരണം ഈ റൂറൽ ഏരിയാസ്, ഇപ്പം അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ, വായിച്ച് മനസ്സിലാക്കാൻ പ്രാപ്തിയില്ലാത്തവർക്ക് നമ്മൾ അവിടുത്തെ ലോക്കൽ ലീഡേഴ്സിനെ, വില്ലേജ് ലീഡേഴ്സിനൊക്കെ അപ്രോച്ച് ചെയ്തിട്ട് അവർ കൈവശം കൊടുത്ത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. സക്സസ്ഫുൾ ഇൻ ക്രിയേറ്റിംഗ് പബ്ലിക് അവയർനെസ് ആൻഡ് കൺസിഡറിങ് എ പേഴ്സണൽ ഫോം ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ. മാസ് കമ്മ്യൂണിക്കേഷൻ ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാസ് അപ്രോച്ചിനകത്ത് വരുന്നത് കൃത്യമായിട്ട് പബ്ലിക് അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിയും. എന്താണ് ഈ ഡയറക്റ്റ് മെയിലിംഗ്? നമുക്ക് ഡയറക്റ്റ് അവരുടെ കയ്യിലേക്ക്, ഇപ്പോൾ ഈ പബ്ലിക് ലീഡേഴ്സിൻ്റെ കയ്യിലേക്ക് അല്ലെങ്കിൽ വില്ലേജ് ലീഡേഴ്സിൻ്റെ കയ്യിലേക്ക് ഇത് മെയിലിംഗ് എത്തിച്ചിട്ട് അവർ വഴി അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താം. ഇപ്പോൾ വായിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ അദ്ദേഹം തന്നെ അതിൻ്റെ എന്താണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അതിൻ്റെ ഉള്ളടക്കം എന്താണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നല്ല രീതിയിലുള്ള ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ നടത്തി നല്ല രീതിയിലുള്ള ആരോഗ്യ വിദ്യാഭ്യാസം കൊടുക്കാനും സാധ്യമാണ്. അടുത്ത് വരുന്നത് പോസ്റ്റേഴ്സ്, ബിൽ ബോർഡ്സ് ആൻഡ് സൈൻസ് ആണ്. പോസ്റ്ററുകളും ബിൽ ബോർഡ്സും സൈനുകളാണ് വരുന്നത്. ഈ പോസ്റ്ററുകൾ കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? എഫക്റ്റീവ് വേരിയസ് ബേസ്ഡ് ഓൺ ദി എക്സ്പെർട്ട് ടൈം, ഷോർട്ട് ഡയറക്റ്റ് മെസ്സേജ് വർക്ക് വെൽ ഇൻ ബിസി ഏരിയാസ്. വളരെ ചുരുങ്ങിയ മെസ്സേജ്, ഷോർട്ടായിരിക്കും, എന്നാൽ അത് ഡയറക്റ്റ് മെസ്സേജ് ആയിരിക്കും. അതിൻ്റെ ഏറ്റവും ഉദാഹരണം പറയുമ്പോൾ, ഇപ്പോൾ പബ്ലിക് സ്ഥലങ്ങളിൽ പുകവലി ശിക്ഷാർഹമാണ്, അത്തരത്തിലുള്ള പോസ്റ്ററുകളൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. അതിലെന്താണ്, വളരെ ചുരുങ്ങിയ മെസ്സേജാണ്. എന്നിരുന്നാൽ കൂടെ അത് നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും, ഈ പബ്ലിക്കായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും, ബിസി ഏരിയകളിലേക്ക് അത് സ്ഥലങ്ങളിലൊക്കെ അത് നമ്മൾ പ്രദർശിപ്പിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ ടുബാക്കോ യൂസ്, അതാണ് ഈ പോസ്റ്ററുകൾ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. വളരെ ചുരുങ്ങിയ മെസ്സേജും എന്നാലും കൂടെ ആ മെസ്സേജ്, ആ ഒരു ഡയറക്റ്റ് മെസ്സേജ് അത് കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാവും ഇത്തരത്തിലുള്ള പോസ്റ്ററുകളും അതുപോലെ തന്നെ സൈൻ ബോർഡുകളൊക്കെ നമ്മൾ വെക്കുന്നത്. അതിൻ്റെ ലിമിറ്റേഷൻ പറഞ്ഞാൽ എന്താണ്? ലിമിറ്റഡ് ഇമ്പാക്റ്റ് ഓൺ ബിഹേവിയർ ചേഞ്ചസ്. അത് ആ ഒരു ലിമിറ്റഡ് ഇമ്പാക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ ബിഹേവിയർ ചേഞ്ചിൽ. അവരുടെ സ്വഭാവം ഇത് വായിച്ച് സ്വഭാവം മാറ്റുന്നത് വളരെ ചുരുക്കം ഉണ്ടാവുള്ളൂ. ഫ്രീക്വൻറ്റ് ചേഞ്ചസ് നീഡ് ടു മെയിൻറ്റെയിൻ എഫക്റ്റീവ്നെസ്. അത് തുടർച്ചയായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ട് അത് ആ ഒരു സ്വഭാവങ്ങൾ മാറ്റുന്നുണ്ടെങ്കിൽ മാത്രമാണ് അതിനൊരു നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ. അടുത്ത് വരുന്നത് ഹെൽത്ത് മ്യൂസിയം ആൻഡ് എക്സിബിഷനാണ്. ഇതിനകത്ത് എന്താ വരുന്നത്? ഹെൽത്ത് മ്യൂസിയത്തിലും എക്സിബിഷനിലും അട്രാക്ട് എ ലാർജ് ഓഡിയൻസ് വെൻ പ്രോപ്പർലി ഓർഗനൈസ്ഡ്. നമുക്ക് അതിനകത്ത് ഇപ്പോൾ ഒരു മ്യൂസിയം ആണെങ്കിലും ഒരു എക്സിബിഷൻ ആണെങ്കിലും ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിലാകും അതിനുള്ള നമ്മൾ അതിനകത്ത് പോസ്റ്ററുകളും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഫോട്ടോഗ്രാഫിക് പാനൽസ് എൻഹാൻസ് ഹ്യൂമൻ ടച്ച് വൈൽ 3-dimensional മോഡൽസ് വെർ ലൈറ്റിംഗ് വിഷ്വൽസ് ആർ മോർ എഫക്റ്റീവ്. നമ്മൾ അതിനകത്ത് വയ്ക്കുന്ന 3-dimensional ആയിട്ടുള്ള മോഡലുകളും ലൈറ്റിംഗ് ചെയ്തിരിക്കുന്ന വിഷ്വൽസുകളാണെങ്കിലും ഇതൊക്കെ ആ ഒരു സന്ദേശം ആളുകളിലേക്ക് എത്തിക്കാൻ തരത്തിലുള്ള എക്സിബിഷനുകളാകുമ്പോൾ അവരത് കാണാനും അതിൽ നിന്ന് മനസ്സിലാക്കാനും സാധ്യതയുണ്ട്. എഫക്റ്റീവ് ഇൻ
ഇൻക്രീസ് ഇൻ നോളജ് ആൻഡ് അവയർനെസ് ത്രൂ ദി വെറൈറ്റി ഓഫ് ഐഡിയ. ആ കൃത്യമായിട്ട് ഓരോ വിഷയത്തെക്കുറിച്ചിട്ടുള്ള ഒരു അവബോധം സൃഷ്ടിക്കാൻ ഉതകുന്ന തരത്തിലുള്ള വെറൈറ്റി മോഡലുകളൊക്കെയാവും നമ്മൾ ഇതേപോലെ തന്നെ മ്യൂസിയത്തിലും അതേപോലെ തന്നെ എക്സിബിഷനിനകത്തും നമ്മൾ പ്രദർശിപ്പിക്കുന്നത്. എക്സിബിഷൻ്റെ നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇൻ്ററാക്റ്റീവ് അപ്രോച്ച് വരുന്നുണ്ട് എക്സിബിഷനിൽ. എക്സിബിഷൻ ഇൻവോൾവ് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ത്രൂ വർക്കേഴ്സ് എക്സ്പ്ലെയിനിങ് ഈച്ച് എക്സിബിറ്റ്. ഒരു എക്സിബിഷനിൽ ഉണ്ടാവില്ലേ, ഇപ്പോൾ ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു എക്സിബിറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു അത് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഔദ്യോഗികമായിട്ട് ഒരാളുണ്ടാവും, അത് പറഞ്ഞു കൊടുക്കും ഇന്ന രീതിയിലാണ് അതിൻ്റെ വർക്കിംഗ് നടക്കുന്നത്, അപ്പോൾ ഇന്ന രീതിയിലാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ. അതാണ് ഒരു ഇൻ്ററാക്റ്റീവ് അപ്രോച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സിബിറ്റിൻ്റെ ഫ്രണ്ടിലും ഓരോ പേഴ്സണിൽ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇത് കാണാൻ വരുന്നവർക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയാണ് ഇൻ്ററാക്റ്റീവ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ. അടുത്ത് വരുന്നത് പ്രിൻറ്റഡ് മെറ്റീരിയൽസ് ആണ്. പ്രിൻറ്റഡ് മെറ്റീരിയൽസിൽ എന്താ, പ്രിൻറ്റഡ് ലിറ്ററേച്ചർ അക്കംപെയിൻ ദി എക്സിബിറ്റ് ഫ്രീലി ഡിസ്ട്രിബ്യൂട്ടഡ്. നമ്മളവിടെ ഈ എക്സിബിഷനകത്ത് നമ്മൾ പ്രിൻറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ ഫ്രീ ആയിട്ട് കൊടുക്കും. അത് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് നോട്ടീസുകളാണെങ്കിലും അല്ലെങ്കിൽ ബുക്ക്ലെറ്റുകളാണെങ്കിലും ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതിനകത്ത് എന്തുണ്ടാവും, നമ്മൾ ഈ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം എന്ത് വിഷയം, ഒരു പ്രത്യേക വിഷയമാണെങ്കിൽ ആ വിഷയത്തെക്കുറിച്ചിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ബുക്ക്ലെറ്റുകളോ നോട്ടീസുകളോ നമ്മളത് ആ പ്രിൻറ്റഡ് മെറ്റീരിയലായിട്ട് അത് ആ എക്സിബിഷൻ അവിടെ വെച്ച് തന്നെ നമ്മളത് സർക്കുലേറ്റ് ചെയ്യും. ഇനി കമ്പൈൻഡ് മെത്തേഡാണ് പറയുന്നത്. ഹെൽത്ത് എക്സിബിഷൻ ആൻഡ് മ്യൂസിയം യൂട്ടിലൈസ് ബോത്ത് പേഴ്സണൽ ആൻഡ് ഇംപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്. നമുക്ക് ഡയറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കാനോ, ചിലർ വന്ന് അതിൻ്റെ അഭിപ്രായങ്ങൾ ചോദിക്കും, അതെന്താണ് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. എന്നാൽ ചിലവർ അത് എന്നാൽ ചോദിക്കില്ല, അവർ ജസ്റ്റ് അത് കണ്ടു പോകുന്നുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള ഈ മെറ്റീരിയലുകൾ കൊടുക്കാം. നിങ്ങൾക്ക് ഇത് ചോദിക്കാൻ താല്പര്യമില്ല, വേണ്ട, അത് വായിച്ച് മനസ്സിലാക്കിക്കോളൂ, വേണ്ട, ഇത്ര മെറ്റീരിയൽസുകൾ കൊടുത്തിട്ട് അവിടെ ഒരു ഇംപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ കൂടെ നടത്താം, അല്ലേ? നമുക്ക് ഡയറക്റ്റ് സംസാരിക്കാൻ പറ്റാത്ത ആളുകൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇത്തരത്തിലുള്ള പ്രിൻറ്റഡ് മെറ്റീരിയലുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് വഴി. അപ്പോൾ ഇതാണ് എക്സിബിഷനിലെ കാര്യങ്ങളിൽ 3 അപ്രോച്ച് വരുന്നത്. ഇൻട്രാക്റ്റീവ് അപ്രോച്ച്, അതേപോലെ തന്നെ പ്രിൻറ്റഡ് മെറ്റീരിയലും കമ്പൈൻഡ് മെത്തേഡ്സും കൂടെ വരുന്നത്. ഇനി അടുത്ത് വരുന്നതാണ് ഫോക്ക് മീഡിയാസ്. എന്താണ് ഫോക്ക് മീഡിയാസ്? നമ്മൾ നേരത്തെ പഠിച്ചല്ലേ ഒരു ഫോക്ക് മീഡിയ സോഷ്യോ ഡ്രാമ എന്ന് പറഞ്ഞിട്ട് നേരത്തെ ഒരു കാര്യം സംസാരിച്ചിരുന്നു. ഹോളിസ്റ്റിക് കമ്മ്യൂണിക്കേഷനാണ് വരുന്നത് ഫോക്ക് മീഡിയയിൽ, അല്ലേ? മാസ് കമ്മ്യൂണിക്കേഷൻ ഇൻക്ലൂഡ് ഇലക്ട്രോണിക് ആൻഡ് ഫോക്ക് മീഡിയ ലൈക്ക് കീർത്തൻ, കഥ, ഫോക്ക് സോങ്, ഡാൻസ്, ഡ്രാമ ആൻഡ് പപ്പറ്റ് ഷോ റൂട്ടഡ് ഇൻ കൾച്ചർ. നമ്മൾ ഓരോ സ്ഥലങ്ങളിലും ഓരോ പ്രത്യേക സ്ഥലങ്ങളിലും ഒരു പ്രത്യേക സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോക്ക് മീഡിയ ഉപയോഗിക്കുമ്പോൾ അത് ഹോളിസ്റ്റിക് കമ്മ്യൂണിക്കേഷനിൽ എന്താ വരുന്നത്, ആ മാസ് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ചിലത് നമുക്ക് ഇലക്ട്രോണിക് ആയിട്ടുള്ള വീഡിയോസുകൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് മീഡിയ അങ്ങനെ ഇതേപോലെ കീർത്തൻസ്, അതേപോലെ തന്നെ കഥ, ഫോക്ക് സോങ്, ഡാൻസ്, ഡ്രാമ, പപ്പറ്റ് ഷോ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കും. ഇതിനൊക്കെ നമ്മൾ അടിസ്ഥാനമായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഇതൊക്കെ മാസ് അപ്രോച്ചാണ്. ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ മാസ് അപ്രോച്ച് വഴി അപ്രോച്ച് മെത്തേഡുകളാണ് ഫോക്ക് മീഡിയയും കാര്യങ്ങളൊക്കെ. ഏറ്റവും സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി കൾച്ചറൽ ഡൈവേഴ്സിറ്റി പറയുമ്പോൾ എന്താ വരുന്നത്? വേരിയസ് കമ്മ്യൂണിറ്റീസ് സച്ച് ആസ് മുസ്ലിംസ് വിത്ത് ഗസൽസ് ആൻഡ് കാളി ഹാവ് ദെയർ ട്രഡീഷണൽ ഫോക്ക് ഫോംസ്. അത് ഓരോ കൾച്ചറലായിട്ടുള്ള അവരുടെ ഓരോ ആർട്ട് ഫോമുകളുണ്ടാവും, ഇല്ലേ? അത്തരം രീതികളിൽ കൂടെ നമുക്ക് ഇങ്ങനെ ഈ മാസ് അപ്രോച്ച് നടത്തി അത് സക്സസ്ഫുൾ ആക്കാൻ പറ്റും. അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ മെത്തേഡുകളായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്, ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ മെത്തേഡുകൾ. അപ്പം കമ്മ്യൂണിക്കേഷൻ ഫോർ ഹെൽത്ത് എഡ്യൂക്കേഷൻ ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ഏകദേശം നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു പോർഷനിൽ നിന്ന് വരുന്നുണ്ട്. ഞാൻ 6 സെറ്റ് ക്വസ്റ്റ്യൻസ് അയച്ചു തന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ 2 ടോപ്പിക്കിലായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. 20 മാർക്കിൻ്റെ ചോദ്യോത്തരങ്ങളാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ ആൻസറുകൾ കൃത്യമായിട്ട് പഠിക്കുക. ക്വസ്റ്റ്യൻ ആൻസറുകൾ പഠിക്കുമ്പോൾ അതിൽ ഡൗട്ട് വരുന്നത് അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഈ ക്ലാസ്സുകൾ ഉപയോഗിക്കാം. ക്ലാസ്സുകൾ കണ്ട് അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. ഏറ്റവും ബെറ്ററായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറുകൾ നിരന്തരം ക്വസ്റ്റ്യൻ ആൻസറുകൾ പഠിക്കുകയാണ് PSC പരീക്ഷകളിലേക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടത്.
ഒരു ക്വസ്റ്റ്യൻ ഓപ്ഷൻ വരുന്ന 4 ഓപ്ഷൻ വരും. വളരെ കൺഫ്യൂസ്ഡ് ആവുന്ന ഓപ്ഷനുകളാവും ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ഭാഗത്തു നിന്ന് വരുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ ഒരുപാട് സാധ്യതകളുണ്ട്, മൈനസ് മാർക്ക് വരാൻ സാധ്യതകളുണ്ട്. അപ്പോൾ അത്തരം രീതികളില്ലാത്ത തരത്തിൽ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ ആൻസറുകൾ പഠിച്ചു പോവുക. ഡൗട്ടുകളുണ്ടെങ്കിൽ ക്ലാസ്സുകൾ കണ്ട് ഡൗട്ടുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ല ആശംസകൾ, നല്ല വിജയം ആശംസിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.